യേശുര എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ മുഖത്തേക്കൊക്കെ നോക്കി ഒന്ന് ചോദിച്ചേ, സന്തോഷമാണോ എന്ന് ചോദിച്ചേ. ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചൊക്കെ കാണിച്ചേ, ഒരു സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് പ്രത്യേകമായിട്ടും കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടും ഈശോയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞവരായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഇതാണ്, നന്മ പറയണം എന്നുള്ളൊരു കാര്യമാണ്. നന്മ പറയണം. നമുക്കറിയാം മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് കാര്യം ഉണ്ടെങ്കിലും തിന്മയെ പറയുള്ളൂ. ഹല്ലേലൂയ. നമ്മളും അതെ. 4 പേര് ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ? ആരുടെയും ദോഷം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല. അത് ഫോൺ വിളിച്ചായാലും ശരി, വാട്സപ്പിലൂടെ ആയാലും ശരി, അയലോകത്ത് 4 പേര് കടത്തിണ്ണയിൽ ഇരുന്നാലും ശരി, പള്ളിയിൽ പോയാലും തിരിച്ചു പോകുമ്പോഴും നമുക്ക് ആരെക്കുറിച്ചൊക്കെ ഒന്ന് 2 പേരെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതറിഞ്ഞില്ലേടി എന്നേലും പറഞ്ഞിട്ട് നമ്മളത് പറയും. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രത്യേക ശൈലിയിലൂടെ എല്ലാം നമ്മളിന്ന് കടന്നു പോകുന്ന കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം നന്മ പറയാൻ നമ്മൾ പരിശ്രമിക്കണം. നന്മ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മയായ കാര്യങ്ങൾ വരും. കൊളോസോസിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുലേഖനം, കൊളോസോസ് 3:17. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ: നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവേൻ. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ആ ബൈബിൾ ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വായിക്കാം. കൊളോസോസ് 3:17. ഒരുമിച്ച് വായിക്കാം. നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. ഈശോ നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വാക്കുകൊണ്ട് എന്ത് ചെയ്താലും പ്രവൃത്തി കൊണ്ട് എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവായ ദൈവത്തിന് നമ്മൾ നന്ദി അർപ്പിച്ചുകൊണ്ട് ചെയ്യണം. ദൈവത്തിന് വചനം എന്ന് പറഞ്ഞാൽ നന്മ പറയുക, നല്ലത് പറയുക, നല്ലത് ചിന്തിക്കുക. അതുകൊണ്ടാണല്ലോ ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹം എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ 3 പ്രതിമ കൊണ്ടുപോകുമായിരുന്നെന്നാണ് പറഞ്ഞത്. 3 പ്രതിമ. അത് കുരങ്ങന്മാരുടെ പ്രതിമയാണ്. 1-ാമത്തെ കുരങ്ങൻ 2 കൈ കൊണ്ട് 2 കണ്ണും അടച്ചു പിടിക്കും. 2-ാമത്തെ കുരങ്ങൻ 2 കൈ കൊണ്ട് വായ അടച്ചു പിടിച്ചിരിക്കും. 3-ാമത്തെ കുരങ്ങൻ 2 കൈ കൊണ്ട് 2 ചെവി അടച്ചു പൊട്ടിക്കും. ഹല്ലേലൂയ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? സംസാരം കൊണ്ട്, വാക്കുകൾ കൊണ്ട് നന്മ പറയുക, തിന്മ പറയരുത്, തിന്മ കേൾക്കരുത്. ഹല്ലേലൂയ. തിന്മ കാണരുത്, തിന്മ പ്രചരിപ്പിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്ക് വളരെ നല്ല ഒരു മാതൃക ഗാന്ധിജി ഇങ്ങനെ കൊണ്ടു നടന്ന പ്രതിമയിലൂടെ ഗാന്ധിജിയുടെ ജീവിതത്തിൽ പ്രത്യേകമായി ചെയ്തു എന്നാണ് പറയുന്നത്. അതുപോലെ ചില ദിവസങ്ങളിൽ ഉപവാസം എടുക്കാൻ നമുക്ക് എളുപ്പമാണ്. ഉപവാസം എടുക്കാൻ എളുപ്പമാണ്. ശരിയാണോ? ഉപവാസം നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഉപവാസം ഇന്ന് എടുത്തേക്കാന്ന് പറഞ്ഞാൽ, ഇന്നൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, വീട്ടിൽ ഇല്ല, അതുകൊണ്ട് കഴിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു ദിവസം ഉപവാസം സംസാരത്തിനെടുത്താലോ, നാവടക്കി ഒരു ദിവസം ഇരിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? ഹല്ലേലൂയ. ഞാൻ പണ്ട് കൊച്ചച്ഛനായിരിക്കുന്ന സമയത്ത് ഒരു പള്ളിയിൽ ആയിരിക്കുമ്പോൾ അതിനൊരു സ്റ്റേഷൻ പള്ളിയുണ്ട്. ഒരു 10-30 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്റ്റേഷൻ പള്ളി. അവിടെ ചെല്ലുന്നത് 3 ബസ് കയറിയിട്ടാണ്. 3 ബസ് കയറി അവിടെ ചെന്ന് കഴിയുമ്പോൾ പള്ളിയുണ്ട്. അധികം വീട്ടുകാരൊന്നുമില്ല, 10-20 വീട്ടുകാർ കഷ്ടിയേ ഉള്ളൂ. അതിൻ്റെ അടുത്ത ഒരു കോൺവെൻ്റ് ഉണ്ട്.
അപ്പം അതുകൊണ്ട് കോൺവെൻ്റ് ഉള്ളത് കൊണ്ട് ആഴ്ചയിൽ ഈ സ്റ്റേഷൻ പള്ളിയാണ് അത് ഈ വീട്ടിൽ ഞായറാഴ്ച മാത്രമൊക്കെ ആൾക്കാർ വരുള്ളൂ. ചിലപ്പം ഒരു 3-4 ദിവസം കുർബാനയുണ്ട്. അപ്പോൾ അവിടെ കുർബാന ജലിക്ക് പോകുമ്പോൾ ആ കോൺവെൻറ്റിൻ്റെ സ്ഥലം കൊടുത്ത ചേട്ടൻ, ഒരു കുടുംബം, അതിലെ പ്രായമായ അപ്പച്ചൻ, പള്ളിക്ക് സ്ഥലം തന്നത്, പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ വലിയ പരോപകാരം ചെയ്യുന്ന വയസ്സായ ഒരപ്പച്ചൻ. അവർക്ക് ഒത്തിരി സ്ഥലങ്ങളുള്ള 10-300 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിൽ പള്ളിക്കും തന്നു, കോൺവെൻറ്റ് തന്നു, പിന്നെ നാട്ടുകാരായിട്ടുള്ള ഒത്തിരി ആൾക്കാരെ മതം നോക്കാതെ കല്യാണം നടത്തി കൊടുക്കും, വീട് വെക്കാൻ സഹായിക്കും, ആശുപത്രി കേസുകൾ സഹായിക്കും, അങ്ങനെ ഒത്തിരി സഹായം ചെയ്യുന്നൊരു ചേട്ടൻ. ഈ ചേട്ടൻ്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് നാൾ കഴിഞ്ഞപ്പോൾ, മരിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ചേട്ടൻ വീട് നാടെല്ലാം വിട്ട് വീട്ടുകാർക്ക് കുറച്ച് മുതലുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഈ പാലക്കാട് ജില്ലയിലേക്ക് കയറിയതാണ്. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ മേടിച്ചു, 10-300 ഏക്കർ സ്ഥലം മേടിച്ചു. അതെല്ലാം പണിയിച്ച് വീട്ടുകാർക്ക്, അനിയന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വീതിച്ചു കൊടുത്തു. പിന്നീട് കല്യാണം കഴിച്ചില്ല. അപ്പോൾ അങ്ങനെ അവസാനം ഈ അപ്പച്ചൻ മഠത്തിനൊക്കെ സ്ഥലം കൊടുത്തു കഴിഞ്ഞപ്പോൾ മഠത്തിനോട് ചേർന്ന് വേറൊരു ബിൽഡിങ് പണിത് അവിടെ താമസിച്ചു ശിഷ്ടകാലം. അപ്പം സിസ്റ്റേഴ്സ് നോക്കുന്നു. അപ്പം ഞാൻ അവിടെ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ ചേട്ടൻ, ഇപ്പോഴൊക്കെയല്ല നമ്മൾ മാസ്ക് കാണുന്നത്, ഹല്ലേലൂയ, മാസ്ക് കാണുന്നത് നമ്മളിപ്പോഴാണ്, ഈ കോവിഡൊക്കെ വന്നപ്പോഴാണ് സർവ്വരും മാസ്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ ചേട്ടൻ ഒരു തുണിയെടുത്ത്, മാസ്ക് പോലെ ഒരു തുണിയെടുത്ത് അത് ഒരു വള്ളിയൊക്കെ പിടിപ്പിച്ച്, 2 സൈഡും വള്ളിയൊക്കെ പിടിപ്പിച്ചിട്ട് അതിങ്ങനെ വായിൽ കെട്ടി വെക്കും, വായ അടച്ച്, എന്നിട്ട് പുറകിൽ കെട്ടി, തലയ്ക്ക് പുറകിൽ കെട്ടി, അതിങ്ങനെ ഈ മാസ്ക് പോലെ അങ്ങനെ വെച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം ഇതാ, അതായത് വ്യാഴാഴ്ച വൈകിട്ട് തുടങ്ങും, വെള്ളിയാഴ്ച വൈകിട്ട് വരെ ഒറ്റ ദിവസം സംസാരം അന്നില്ല. അന്ന് ആരും സഹായത്തിന് വരാനും പാടില്ല. ഹല്ലേലൂയ. പണി സ്ഥലത്തും പോകില്ല, പറമ്പന്വേഷിക്കാനും പോകില്ല. അതുപോലെ തന്നെ ആ ദിവസം ആര് സഹായത്തിന് വന്നാലും ഇല്ല. അന്ന് മൗനവ്രതമാണ്. ഹല്ലേലൂയ. മൗനവ്രതം 6 ദിവസം സംസാരിക്കും, 7-ാം ദിവസം മൗനവ്രതം. ആ ദിവസം ഇരുന്ന് ഈ ചേട്ടൻ ബൈബിൾ വായിക്കും, അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മൗനവ്രതം ചെയ്യുന്ന ഒരു ചേട്ടൻ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രാഷ്ട്രപിതാവായ ഗാന്ധിജിയും അങ്ങനെ ഒരു ദിവസം ഇരുന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ എന്നറിയത്തില്ല, അങ്ങനെ വായിച്ചതാണോ, നിങ്ങൾ കേട്ടിട്ട് കാണുമായിരിക്കുമല്ലോ. എന്തായാലും ഈ ചേട്ടൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മൗനവ്രതത്തിലാണ്. അതിനി ആര് എന്തേലും മൗനവ്രതമാണെന്ന് അറിയാതെ പോകരുതെന്ന് വെച്ചിട്ട് തുണിയെടുത്ത് മാസ്ക് പോലെ വെച്ചിട്ട് കെട്ടിവെച്ചിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം അത് മാസ്കായിട്ട് തുണിയെല്ലാം വെച്ച് കെട്ടി ഒരു ദിവസം മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്: നന്മ പറയണം. ഒരു ദിവസം ദോഷം പറയാൻ പാടില്ല, ചീത്തയായ കാര്യങ്ങൾ പറയാൻ പാടില്ല, ഒന്നും സംസാരം വേണ്ട, ആരോടും സംസാരിക്കരുത്. ഇതെല്ലാം ഒരു മാതൃകയായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നന്മ പറയണം. നമുക്കറിയാം, ഈശോയെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 7 മുതൽ 19 വരെ വചനങ്ങളിൽ യേശു ജനക്കൂട്ടത്തോട് യോഹന്നാനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ൽ നമ്മൾ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, യേശു യോഹന്നാനെക്കുറിച്ച് ജനക്കൂട്ടത്തോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ യേശുവിനെ ജനക്കൂട്ടത്തോട് ചില കാര്യങ്ങൾ പറയണമായിരുന്നു. അത് യോഹന്നാനെക്കുറിച്ചാണ്. എന്താണ് പറഞ്ഞത്? 7 മുതൽ വചനത്തിൽ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രത്യേകമായിട്ടും യേശുവിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനക്കൂട്ടത്തോട് പരസ്യമായിട്ട് ഈശോ പറഞ്ഞ കാര്യം ഇതാ. ഹല്ലേലൂയ. ഈശോ പറയുകയാണ്, പ്രവാചകനെ കാണാനാണ് പോയി, ഞാൻ നിങ്ങളോട് വന്നു പ്രവാചകനേക്കാൾ വലിയവനെ തന്നെ. അപ്പം യോഹന്നാനെ കുറിച്ച് പറയുക, യോഹന്നാൻ പ്രവാചകനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയാ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല.
10-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു, അവൻ നിൻ്റെ മുമ്പേ പോയി വഴിയൊരുക്കും. അപ്പോൾ യോഹന്നാൻ യേശുവിന് മുമ്പേ പോയി വഴിയൊരുക്കുന്നവൻ. 1, പ്രവാചകനേക്കാൾ വലിയവൻ. 2, യേശുവിന് മുമ്പേ പോയി വഴിയൊരുക്കുന്നവൻ. 11 പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. 12 പറയുക, സ്നാപക യോഹന്നാൻ്റെ നാൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരുന്നു. ബലവാന്മാർ പിടിച്ചടക്കുന്നു എന്ന് പറഞ്ഞാൽ ബലമുള്ളവനാണ് യോഹന്നാൻ. 5-ാമത്തെ കാര്യം പറയുന്നുണ്ട്, വരാനിരിക്കുന്ന ഏലിയ. അണ്ട് യോഹന്നാൻ്റെ ജീവിതത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്, ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായിരുന്നു യോഹന്നാൻ. അപ്പോൾ ഈ വചനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ യോഹന്നാനിലുള്ള നന്മ എടുത്തു പറയുകയാണ്. യോഹന്നാനിലുള്ള നന്മ പറഞ്ഞ ഈശോ നമുക്കൊരു മാതൃകയാണ്. ജനക്കൂട്ടത്തോട് പറയുക, യോഹന്നാനിൽ ഇന്ന ഇന്ന നന്മകളുണ്ട്. പ്രവാചകനേക്കാൾ വലിയവൻ, യേശുവിന് മുമ്പേ വന്നവൻ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വലിയവൻ, സ്വർഗരാജ്യം ബലപ്രയോഗത്തിലൂടെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് യോഹന്നാന് പറ്റും. യോഹന്നാൻ ബലമുള്ളവനാണ്. വരാനിരിക്കുന്ന ഏലിയായാണ് ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനും എന്ന് പറഞ്ഞാൽ പരിത്യാഗ വഴികളിലൂടെ സഞ്ചരിച്ച ഒരുവൻ. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പബ്ലിക് ഓഡിയൻസിനോട് പറയുക. ബെനഡിക്റ്റ് 16 പാപ്പ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോൺ പോൾ 2 പാപ്പയ്ക്ക് ശേഷമാണ്. പാപ്പയായിട്ട് തിരഞ്ഞെടുത്ത സമയത്ത് നമുക്കറിയാം, ജോൺ പോൾ 2 പാപ്പ എന്ന് പറഞ്ഞാൽ പേര് കേട്ട പ്രശസ്തനായ വിശുദ്ധനായ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധൻ എന്ന ആൾക്കാർ വിളിക്കുകയും കരുതുകയും ചെയ്ത വ്യക്തി. അതുപോലെ തന്നെ യുവാക്കന്മാരുടെ സുഹൃത്ത്, അനേകം രാജ്യങ്ങളും സന്ദർശിച്ച് ദൈവജനത്തെ കാണുകയും സംവദിക്കുകയും ചെയ്തവൻ, അനേകം നല്ല പ്രബോധനങ്ങൾ തിരുസഭയിൽ നൽകിയ പാപ്പ. അങ്ങനെ പേര് കേട്ട പ്രഗത്ഭനായ ആ പാപ്പയ്ക്ക് ശേഷം വന്നത് ബെനഡിക്റ്റ് 16 പാപ്പയാണ്. ബെനഡിക്റ്റ് 16 പാപ്പ അന്ന് റോമിൽ പഠിച്ചു വന്ന നമ്മുടെ പിതാവൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. പീറ്റർ പിതാവൊക്കെ അന്ന് പഠിച്ച് വന്ന കാലഘട്ടത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ബെനഡിക്റ്റ് 16 പാപ്പ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ, റാറ്റ്സിംഗർ ആയിരുന്നല്ലോ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനത്തെ വന്ന ഓഡിയൻസിനെ അഭിസംബോധന ചെയ്ത സമയത്ത് ആദ്യം പറഞ്ഞത്, ബെനഡിക്റ്റ് പാപ്പ ആദ്യം പറഞ്ഞത് ജോൺ പോൾ 2 പാപ്പയെക്കുറിച്ചും പാപ്പയുടെ നന്മയെക്കുറിച്ചുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞ അതാണ്. ആദ്യം പറഞ്ഞ ഇതാണ്, മുൻഗാമിയെക്കുറിച്ച് നന്മ പറയുന്നു. ഹല്ലേലൂയ. നമ്മളാണ് ചിലപ്പം അവരുടെയൊക്കെ ഒത്താശയോടുകൂടെ എല്ലാ കാര്യം ചെയ്താലും അവസാനം നമ്മൾ പറഞ്ഞു വരുമ്പോൾ പറയും, നമ്മുടെ പേര് മുമ്പിൽ നിന്നോട്ടെന്ന് വെച്ചിട്ട് എൻ്റെ കഴിവ് അല്ലെങ്കിൽ എൻ്റെ സാമർഥ്യം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ നമ്മൾ നോക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ബെനഡിക്റ്റ് 16 പാപ്പ അങ്ങനെയല്ലേ ഇത്, ജോൺ പോൾ 2 പാപ്പയുടെ നന്മ ആദ്യമേ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് എല്ലാ സമയങ്ങളിലും ജോൺ പോൾ പാപ്പയുമായിട്ടും പാപ്പയുടെ നന്മകളും എല്ലാം പിന്നീട് ബെനഡിക്റ്റ് 16 പാപ്പയുടെ പ്രബോധനങ്ങളിലും പഠനങ്ങളിലും അതുപോലെ സംസാരങ്ങളിലും എപ്പോഴും നിറഞ്ഞു നിരുന്നു എന്നുള്ളത് ഏറ്റവും നല്ല കാര്യം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളാണ് ചിന്തിക്കുന്നത് നമ്മൾക്ക് ശേഷം പ്രളയം എന്ന് വേണമെങ്കിൽ ചിന്തിക്കും, നമുക്ക് ശേഷം എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന ശൈലി നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈയിടെ ശ്രദ്ധിച്ചൊരു കാര്യം ഇതാണ്, ഈ റാഫേൽ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട് ആദ്യം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആലഞ്ചേരി പിതാവിനെക്കുറിച്ച് ഒത്തിരി നന്മയാണ് പറഞ്ഞത്. കേരളത്തിലും വിദേശങ്ങളുമായി സഭയ്ക്ക് തുറവി കിട്ടാൻ എഴുതിയത് മഷി കൊണ്ടല്ല, സ്വന്തം രക്തം കൊണ്ടാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പെർമിഷൻ കിട്ടാൻ വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ടതിനെക്കുറിച്ചും അങ്ങനെ സഭയ്ക്ക് വേണ്ടി ചെയ്ത നന്മകളെക്കുറിച്ചുമെല്ലാം പറഞ്ഞത് പ്രാരംഭ പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം സംസാരത്തിൽ
അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ നന്മ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറാൻ ഈശോ ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യാനായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നമ്മിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. നന്മ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഒരു പള്ളിയിൽ വികാരിയായിട്ട് ചെന്നു. വന്ന് ആ പള്ളിയിൽ 90ഓളം വീട്ടുകാരുണ്ട്. അപ്പോൾ ആൾക്കാരോട് പറഞ്ഞു, ഇനി അവിടെ കൂടുതൽ ആൾക്കാരൊക്കെ നമ്മുടെ ആൾക്കാർ താമസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കണം, കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കുടുംബ സമ്മേളനങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ പറയും, പുതിയ പുതിയ ആൾക്കാർ ടൗൺ പ്രദേശമൊക്കെ ആയതുകൊണ്ട് അവർ വരാതെയൊക്കെ ഇരിക്കുന്നത് കാണും, എവിടെയെങ്കിലുമൊക്കെ കാണും, നമുക്ക് അന്വേഷിച്ച് പോകണം എന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ ഒരു യൂണിറ്റിൽ കുടുംബ സമ്മേളനം കഴിഞ്ഞ സമയത്ത് അവരോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത്, ഈ ഭാഗത്ത് ആരെങ്കിലും പള്ളി വരാതെ ഒളിച്ചിരിക്കാന്നല്ല, പള്ളി വരാതെ മാറിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം, പോകണം, നിങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞു. അച്ഛാ, ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം ഒരു ഫാമിലി ഉണ്ട്, അവരെ കണ്ടിട്ട് കത്തോലിക്കനാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ അവർ പള്ളിയിലൊന്നും വരാറില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ പോയി ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ശരി, നമുക്ക് എന്നാൽ ഇപ്പോൾ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ആ വീട്ടിൽ പോകാം, നിങ്ങൾ വീട് അറിയാമെന്ന് ചോദിച്ചു. അറിയാമെന്ന് പറഞ്ഞു. എന്നാൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് 8:30-9 മണി സമയമായി രാത്രി. കുടുംബസമ്മേളനം കഴിഞ്ഞിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്താണ്. അപ്പോൾ 9 മണിയൊക്കെ സമയമായി. അപ്പോൾ പോകാമെന്ന് പറഞ്ഞു. ആ ചേട്ടനെ എൻ്റെ ബുള്ളറ്റ് എൻ്റെ പുറകിൽ കയറ്റിയിരുത്തി അങ്ങനെ നേരെ പോയി. വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഒരു ഓലപ്പരയിൽ, അത് മെയ് മാസമൊക്കെയാണ്, അപ്പോൾ നല്ല ഈ നിലാവ് ഈ മൊത്തമുണ്ട്. പെരയ്ക്കകത്തോട്ട് കയറിയപ്പോൾ ഈ ഓലയെല്ലാം ദ്രവിച്ച് തീർന്നിട്ട് ഈർക്കലിയുള്ളൂ. അപ്പം നിലാവ് പെരയ്ക്കകത്ത് കാണും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം അവിടുത്തെ അമ്മച്ചിയുണ്ട്, ഒരു മകളുമുണ്ട്, വേറെ ആരുമില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞാൻ പള്ളിയിൽ നിന്ന് അച്ഛനാണ്, നിങ്ങൾ പള്ളി വന്നോ എന്നൊക്കെ അറിയാനാ, കത്തോലിക്കനാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കത്തോലിക്കരാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര നാളായി? 32 വർഷമായി എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഈ പള്ളി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ ഒരു പള്ളിയുള്ള അറിയാമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അവിടെ പള്ളിയുള്ള കത്തീഡ്രൽ പള്ളി ഉണ്ടെന്നറിയാം, ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, പിന്നെ പോയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്തൊരു പള്ളിയുണ്ട്, അതറിയാമെന്ന് ചോദിച്ചു. അതറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, ചേട്ടൻ എന്ത് ചെയ്യാൻ ചോദിച്ചു. ചേട്ടൻ പിണങ്ങിപ്പോയി, വർഷങ്ങളായിട്ട് പോയിരിക്കുകയാണ്, 10-20 വർഷം മിച്ചം ആയി കഴിഞ്ഞു പോയിട്ട്. അപ്പോൾ എത്ര പേരുണ്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, 2 മക്കളാണ്, മൂത്തവൻ ചെറുക്കനാണ്, അപ്പം പള്ളിയിൽ പോകുന്നില്ല, അവൻ പഠിക്കുകയില്ല, അവനിങ്ങനെ ഒരു വാടക കൊണ്ടേ പോലെ നടക്കുകയാണ്, വഴക്കുണ്ടാക്കി ഇങ്ങനെ ഒരു സംഘടന കൂടെയൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കാൻ നടക്കുന്നതാന്ന് പറഞ്ഞു. ഒരു സംഘടന കൂടെ വാടക കൊണ്ടായിട്ട് പോകാമെന്ന് പറഞ്ഞു. അന്നേരം ഈ പെൺകുട്ടി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിയുടെ ജോലി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു റൈസ് മില്ലിൽ സഹായിക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും പോകും, തിരിച്ചു വരും, അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ കത്തോലിക്കലല്ലേ, അടുത്ത ഞായറാഴ്ച ബസ് കയറിയാൽ 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പള്ളി വരണമെന്ന് പറഞ്ഞു. അവനെയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു, ചക്കരയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. എന്തായാലും ഈ ഞായറാഴ്ച ഇവർ ഈ പിള്ളേരെ കൂട്ടിക്കൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, വരികയും ചെയ്യണം, എന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ചെക്കനോട് ഞാൻ പറഞ്ഞു, നീ എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ, എനിക്ക് പണിയൊന്നുമില്ല, ഞാനിങ്ങനെ അങ്ങനെ നടക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കാര്യം എന്താണെന്ന് അമ്മ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം നീ പോകുന്ന പ്രസ്ഥാനക്കാർ അതിൻ്റെ മേലാളന്മാർ ഇഷ്ടംപോലെ കാശുണ്ടാക്കി അവരും അവരുടെ മക്കളും വിദേശത്തും അവിടെ ഇവിടെ എല്ലാം പഠിക്കുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ പേരിൽ വാടക കൊണ്ടിയായിട്ടും കൂലി തല്ലുകാരായിട്ടൊക്കെ നടന്നിട്ട് നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് മെച്ചമില്ല. അതുകൊണ്ട് അതിനൊന്നും പോകാതിരിക്കുക. എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, എല്ലാ ആഴ്ചയിലും പള്ളി വരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ ഞായറാഴ്ച പള്ളി വരാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ ആദിർവാന സ്വീകരിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, 2 മക്കളും മാമോദീസ സ്വീകരിച്ചിട്ടുണ്ട്, പിന്നെ ഒന്നും നടന്നിട്ടില്ല. കണ്ണൂരുകാരാണ് ശരിക്കും, ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. ആദിർവാന ഒന്നും നടന്നിട്ടില്ല, കുമ്പസാരമില്ല, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ഇവർ പിന്നെ സ്ഥിരം പള്ളി വരാൻ തുടങ്ങി. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരിപ്പിച്ച് കുർബാനയെല്ലാം കൊടുത്തു, 2 പേർക്ക് മക്കൾക്ക് കൊടുത്തു. അങ്ങനെ ഏതാനും നാൾ കഴിഞ്ഞ സമയത്താണ് ഈ പാലന ആശുപത്രി പണി നടക്കുന്നത്. ആശുപത്രി വലിയ പണി നടന്നുകൊണ്ട് അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജായി. ആ സമയത്ത് അതിൻ്റെ ഡയറക്ടറായിരുന്ന അച്ഛൻ ജൂലിയസ് അച്ഛൻ അവിടെ താമസിക്കുന്ന സമയത്ത് കിച്ചണിൽ ആളില്ലാതെ വന്ന സമയത്ത് ഇവൻ്റെ അമ്മയെ ഈ മില്ലിൽ നിന്നുള്ള പണി മാറ്റി ഈ അച്ഛൻ്റെ അവിടെ വന്ന് ആശ്രമത്തിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി
ഈ അമ്മച്ചിക്ക് ഒരു ജോലി കൊടുത്തു. അങ്ങനെ അമ്മച്ചി അപ്പുറത്തേക്ക് നല്ല ജോലി ആശ്രമത്തിൽ കിച്ചണിൽ ജോലി എടുക്കാൻ തുടങ്ങിയപ്പം കുറച്ചുകൂടെ മില്ലിൽ പോകുന്നേക്കാളും കുറച്ച് സ്റ്റാൻഡേർഡായി, അച്ഛന്മാരെ കാണാൻ തുടങ്ങി. പിന്നെ ഒരുമാതിരി നല്ല രീതിയിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ടു. അങ്ങനെ ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ഈ ബിൽഡിംഗ് പണി തീർന്നപ്പോൾ അച്ഛൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പെയിൻ്റ് അടിക്കാനായിട്ട് വലിയ പെയിൻറ്റേഴ്സിനെ വെക്കണമെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവനോട് പറഞ്ഞു, എടാ നിൻ്റെ കൂടെയുള്ള പിള്ളേരെ കൊണ്ട് വന്ന് ആശുപത്രി നീ പെയിൻ്റ് അടിച്ച് വെള്ള പൂശി തരണം എന്ന് പറഞ്ഞു. പെയിൻറ്റ് മേടിച്ചു തരും, നിങ്ങൾക്ക് കൂലി തരാം, നിങ്ങൾ പെയിൻ്റ് അടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവൻ ആശുപത്രി പെയിൻ്റ് അടിച്ചു, വെള്ള പെയിൻ്റ് അടിച്ചു. ഇവനും എൻ്റെ കൂട്ടുകാരും എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ കൂലി തല്ലിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന കുട്ടികൾ, അവരെ കൊണ്ടുവന്ന് പെയിൻ്റ് അടിപ്പിച്ചു. അങ്ങനെ പെയിൻ്റ് അടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും ഈ മദ്യപാനം, പുകവലി, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കൂലിത്തല്ല്, ഈ പ്രവർത്തനങ്ങൾ, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പോകുന്ന പ്രവർത്തനങ്ങൾ, അതിൽ നിന്ന് ഒഴിവാക്കി ഇവനെ നല്ല രീതിയിൽ കൊണ്ടുവരുന്ന എനിക്കൊരാഗ്രഹമുള്ളത് കൊണ്ട് ഞാനിവനെ എല്ലാ ഞായറാഴ്ച പള്ളി വരുത്തും. അതുപോലെ തന്നെ ഇവൻ്റെ പണി എന്ത് ചെയ്യുന്നു അങ്ങ് അന്വേഷിക്കും. അതുപോലെ തന്നെ ഇടയ്ക്ക് ഇവൻ്റെ വീട്ടിൽ പോകും. അങ്ങനെ യൂണിറ്റിൽ വരാൻ തുടങ്ങി, ഇടവകை യൂണിറ്റ് വരാനും പ്രവർത്തിക്കാനെല്ലാം തുടങ്ങി. അങ്ങനെ ഈ ആശുപത്രിയുടെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ സമയത്താണ് ഞാനന്ന് ബിഷപ്പ് ഹൗസിൽ ഫൈനാൻസ് ഓഫീസറാണ്. അപ്പോൾ ബിഷപ്പ് ഹൗസ് പണിതതിന് ശേഷം പിന്നീട് പെയിൻ്റ് അടിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം മുഷിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ പെയിൻ്റ് അടിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒത്തിരി ആൾക്കാർ കൊട്ടേഷൻ കൊണ്ടുവന്ന് തന്നു, കത്തീഡ്രൽ ഇടവകക്കാർ വരെ കൊണ്ടുവന്ന് തന്നു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ അവരൊക്കെ പ്രൊഫഷണൽ ആൾക്കാർ, ഇവനാണെങ്കിൽ ഇങ്ങനെ ഒരു പണി കൊടുക്കുകയാണെങ്കിൽ, പെയിൻറ്ററായിട്ട് ഇവനെ മാറ്റുകയാണെങ്കിൽ ഇവൻ്റെ സ്വഭാവമൊക്കെ മാറിക്കോളും, കുടുംബം രക്ഷപ്പെട്ടോളും, കുറച്ചുകൂടെ നല്ല ലെവലിൽ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവനോട് പറഞ്ഞു, ഒത്തിരി കൊട്ടേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്, നീ ഇപ്പം ആശുപത്രി പെയിൻറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, നിന്നെ ഒരു ഒഫീഷ്യൽ പെയിൻറ്ററാക്കി മാറ്റാം, നീ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു, ഒരു വിസിറ്റിംഗ് കാർഡ് അടിക്കണം, എന്നിട്ട് ഈ പെയിൻറ്റിങ് പരിപാടിക്ക് ഒരു പേരിടണം, നിനക്ക് 2 ഫോൺ നമ്പർ വേണം, 2 മൊബൈൽ നമ്പർ മേടിച്ചിട്ട് 2 ഫോൺ നമ്പർ വെക്കണം, എന്നിട്ട് നീ ഒരു ഒഫീഷ്യൽ പെയിൻറ്ററായിട്ട് അപ്പം മാറുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അരമനെ പറഞ്ഞോളാം, പലരും കൊട്ടേഷനൊക്കെ തന്നെങ്കിലും നീ ആശുപത്രി പെയിൻറ്റ് ചെയ്ത ആളാണെന്ന് പറയാം, ആശുപത്രി പെയിൻറ്റ് ചെയ്ത ആളാണ്, അതുകൊണ്ട് നീ നല്ലൊരു പെയിൻറ്ററാണെന്ന് ഞാൻ പറയും, അങ്ങനെ നിനക്ക് അരമനയുടെ പെയിൻറ്റ് അടിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവന് വിസിറ്റിംഗ് കാർഡ് അടിച്ചു, 2 മൊബൈലൊക്കെ മേടിച്ച് മൊബൈൽ നമ്പർ വെച്ചു. ഇതിന് പെയിൻറ്റിങ് പരിപാടിക്ക് ഒരു പേരിട്ടു, വിസിറ്റിംഗ് കാർഡ് പേരെഴുതി പരിപാവനം പെയിൻറ്റിങ്സ്. പാലനയുടെ പേരാണല്ലോ, അപ്പോൾ അത് ഇവൻ അവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ട് പരിപാലന പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞ് ഒരു വിസിറ്റിംഗ് കാർഡ് അടിച്ചു. അങ്ങനെ വിസിറ്റിംഗ് കാർഡ് അടിച്ചു. അപ്പോൾ ഞാൻ ബിഷപ്പ് ഹൗസിൻ്റെ പെയിൻറ്റിങ് കൊടുത്തപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു, നീ കൂടെ നിൽക്കണം, നിൻ്റെ പിള്ളേരെ കൊണ്ടുവരണം, ഉഴപ്പാൻ സമ്മതിക്കരുത്, നീയും പണിയെടുക്കണം. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിന് കൊട്ടേഷൻ നാട്ടിൽ നടക്കുന്നതനുസരിച്ച് എനിക്ക് കൊട്ടേഷൻ കിട്ടിയ അതേ റേറ്റ് നിനക്ക് തന്നേക്കാം, പെയിൻറ്റ് മേടിച്ച് തരും, കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ചെയ്യാം, ഒരു വ്യത്യാസവും ഇല്ല, നിനക്ക് പൈസ കൃത്യമായിട്ട് തരും, പക്ഷേ കൃത്യമായിട്ട് നീ പെയിൻ്റ് അടിക്കണം, നിന്നെ ഒഫീഷ്യൽ പെയിൻറ്ററാക്കാൻ പോകാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവന് ഈ പെയിൻറ്റിങ് ഏറ്റെടുത്തു. അങ്ങനെ നമ്മൾ ബിഷപ്പ് ഹൗസ് ഇവൻ പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ദിവസവും വരാൻ തുടങ്ങി. ഇവൻ്റെ കൂടെയുള്ള അലമ്പ് പിള്ളേരാന്ന് ഓർക്കണം, അവരെ കൊണ്ട് കൃത്യമായിട്ട് പണിയെടുപ്പിച്ച് ഈ പെയിൻറ്റിങ് ഇത് കഴിയും. കൊട്ടേഷൻ അനുസരിച്ച് വേറുള്ളവരുടെ കൊട്ടേഷൻ അനുസരിച്ച് ഇവന് പൈസ കൊടുത്തു, ഒരു കുറവുമില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് 2 ലക്ഷത്തിലധികം രൂപ അവന് പെയിൻറ്റിങ് കാശ് കിട്ടി. ഈ സമയത്ത് ഇവൻ്റെ പെങ്ങടെ കല്യാണം നടത്തി. ഹല്ലേലൂയ. ഈ പെയിൻറ്റിങ് കിട്ടിയ ഈ കാശ് കൊണ്ട്, ലാഭം കിട്ടിയ കാശ് കൊണ്ട് ഇവൻ പെങ്ങടെ കല്യാണം നടത്തി. അപ്പോൾ ഈ ബിഷപ്പ് ഹൗസിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞ സമയത്താണ് ഈ പാലക്കാട് ടൗണിലുള്ള മാങ്കാവ് പള്ളി പണി തീരാൻ പോകുന്ന സമയമാണ്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, വികാരിച്ചൻ പാട്ട് പറവച്ചനോട് പറഞ്ഞു, അച്ഛാ, പാലന പെയിൻ്റ് അടിച്ചയാൾ, ബിഷപ്പ് ഹൗസ് പെയിൻറ്റ് അടിച്ചയാൾ വേറെ ആർക്കും കൊടുത്തേക്കരുത്, ഇവൻ നല്ല പെയിൻറ്ററാണ്, ഇവനെ കൊണ്ട് അടുപ്പിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ മാങ്കാവ് പള്ളി വെഞ്ചിരിപ്പിനുമ്പോൾ പെയിൻ്റ് അടിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ കൈക്കാരന്മാർ വിചാരിച്ചു അങ്ങനെയാണ് ഇവനെ കൊണ്ട് വീടുകൾ പെയിൻ്റ് അടിക്കാം. അങ്ങനെ കൈക്കാരന്മാർ 2 പേരും അവരുടെ വീട് പെയിൻ്റ് അടിപ്പിച്ചു. അങ്ങനെ ഒരു 10-20 വീട് അവരുടെ കെയർ ഓഫിൽ ഈ ഇടവകയിൽ ഇവന് ഇത് കിട്ടി. പിന്നെ എൻ്റെ സഹായം ആവശ്യമില്ല. ഹല്ലേലൂയ. അവൻ ഒഫീഷ്യൽ പെയിൻറ്ററായി. അങ്ങനെ ഒഫീഷ്യൽ പെയിൻറ്ററായി ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ബിഷപ്പ് ഹൗസ് പണിത, കോംപ്ലക്സ് പണിത കോൺട്രാക്ടറുണ്ട്, അയാളെ ഞാൻ ഒരു ദിവസം കാണാൻ വന്നു കഴിഞ്ഞപ്പം
അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ ഒരു പയ്യനുണ്ട്, അവനിപ്പോൾ ഈ പാലക്കാട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവനെ എറണാകുളത്തൊന്നും കൊണ്ടുപോയി ആക്കണം. അപ്പോൾ ഇവന് നിങ്ങൾ എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല, എല്ലാവർക്കും കൊടുക്കുന്നേക്കാളും കുറച്ച് പൈസ കുറച്ച് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. ഇതും പറഞ്ഞ് ഇവിടുന്ന് നേരെ ഇവനെ കോണ്ടാക്റ്റ് ചെയ്യിച്ചു. അങ്ങനെ എറണാകുളത്ത് പോയി. ഹല്ലേലൂയ. എറണാകുളത്ത് ചെന്നപ്പം വലിയ ഒരു കടക്കാരനും കോൺട്രാക്ടറുമായിട്ട് ഒരാളുടെ അടുത്താണ് എത്തിയത്. പെയിൻറ്റ് കട അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള ഒരാളെ പുള്ളി ഏൽപ്പിച്ചു. അങ്ങനെ അവിടുന്ന് പിന്നീട് ഇവൻ പെയിൻറ്റിങ് പല ബാങ്കുകൾ, SBI, ഫെഡറൽ ബാങ്ക്, ഫെഡറൽ ഗാർഡൻസ്, അതുപോലെ തന്നെ കളക്ടറേറ്റ്, ഇങ്ങനെ എല്ലാം അടിക്കാൻ തുടങ്ങി. അങ്ങനെ അടിക്കാൻ തുടങ്ങിയ സമയത്ത് ഇവൻ എന്ത് ചെയ്യുന്നറിയാവോ? ഇവൻ മദ്യപാനം ഉണ്ടായിരുന്നു, അത് വിട്ടു. സിഗരറ്റ് വലി വിട്ടു. ഗ്രൂപ്പുണ്ട്, അനോണിമസ് ആൽക്കഹോളിക് ഗ്രൂപ്പല്ലേ, ആ ഗ്രൂപ്പിൽ പോയി പങ്കുചേർന്ന് ഇവൻ മദ്യപാനം നിർത്തി, പുകവലി വിട്ടു. ഇവിടെയായിരുന്ന അമ്മയെ, അതുപോലെ തന്നെ അനിയത്തിയെ കല്യാണം കഴിച്ചു വിട്ടു. അമ്മയെ ആലുവയിലൊരു വീടെടുത്ത് വാടകയ്ക്ക് കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കാൻ തുടങ്ങി. അവിടെ ചെന്ന് ഒരുമാതിരി മെച്ചപ്പെട്ടു വന്ന സമയത്ത് അപ്പനെ പോയി, പിണങ്ങിപ്പോയ അപ്പനെ കണ്ണൂർ കാസർഗോഡ് ഏരിയയിൽ പോയി തപ്പിപ്പിടിച്ച് അപ്പനെ കൊണ്ടുവന്ന് കൂടെ നിർത്തി. അപ്പനും അമ്മയും ഒരുമിച്ചാക്കി. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇവൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകുന്നവനായി മാറി. മദ്യപാനവും അതുപോലെ തന്നെ ഗ്രൂപ്പുകളിൽ മോട്ടിവേഷൻ ക്ലാസ് ഇവനെടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ സമയത്താണ് 2012 കാലഘട്ടത്തിൽ ഞാൻ യാക്കരപ്പള്ളിയിലായിരിക്കുന്ന സമയത്ത് ആ പള്ളിമുറി പണിയുന്ന സമയത്ത് അത് പെയിൻറ്റ് ചെയ്യാനും പള്ളി പെയിൻറ്റിൻ്റെ ആവശ്യമെല്ലാം കൂടി ഒരുമിച്ച് വന്ന സമയത്ത് ഇവനെ വിളിച്ച് ആ സമയത്ത് ഇവൻ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്: ഇവൻ വീട് വെക്കാൻ വേണ്ടി സ്ഥലം മേടിച്ചു. 5 സെൻറ്റ് സ്ഥലം മേടിച്ച് അതിന് തന്നെ ഏതാണ്ട് 1 കോടി രൂപയായി. വീട് പണിക്ക് 1 കോടി രൂപയായി. അങ്ങനെ 2 കോടി രൂപ മുടക്കി ഇവൻ വീട് പണിത് അതിൻ്റെ വെഞ്ചിരിപ്പിന് എന്നെ കൊണ്ടുപോയി. ഹല്ലേലൂയ. അത് വെഞ്ചിരിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. എന്നെ അവിടെ കൊണ്ടുപോയി വീട്ടിൽ കിടത്തി ഒരു ദിവസം. ഇതിനു മുമ്പ് ഒരു സംഭവമുണ്ട്. ഇവൻ അവിടെ മെച്ചപ്പെട്ട സമയത്ത് ഇവൻ്റെ കല്യാണം നടക്കുകയാണ്. അപ്പോൾ കല്യാണം നടക്കുന്ന സമയത്ത് ഇവൻ അവിടുത്തെ ഒരു ഫേമസ് തറവാട്ടുകാരായിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് കല്യാണം വന്നു. ഡിഗ്രി പഠിക്കുന്ന ഒരു പെണ്ണ്. അവളുടെ അപ്പൻ മരിച്ചുപോയി, അമ്മ ടീച്ചറാണ്. നല്ല ഒരു വീട്ടിൽ നിന്നും സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം വന്നു. അപ്പോൾ ഇവ എന്നോട് ചോദിച്ചു, ഈ കല്യാണം നടത്തിയാൽ ശരിയാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിനക്കിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. നിനക്ക് ജോലിയുണ്ട്, അതുപോലെ തന്നെ 300-400ഓളം പെയിൻറ്റേഴ്സ് കൂടെ നിൽക്കുകയാണ്, അതുപോലെ ഇഷ്ടംപോലെ വർക്കുകൾ, വീട് നന്നായിട്ടുണ്ട്, നീ നന്നായിട്ട് പണി തീർക്കാൻ വരുന്നു, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നീ ആലോചിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും കല്യാണം നടത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ കല്യാണം നടന്നു. അത് കഴിഞ്ഞ് കുട്ടിയുണ്ടായി. കൊച്ചിൻ്റെ മാമോദീസ സമയത്ത് ഇവൻ എന്നെ വിളിച്ചു. ഒരു ചെറുക്കൻ കൊച്ചുണ്ടായി, ആദ്യത്തെ ചെറുക്കൻ കൊച്ചാണ്. ആ കൊച്ച് ഉണ്ടായ സമയത്ത് ഇവൻ എന്നെ വിളിച്ചു, മാമോദീസയ്ക്ക് വരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് മാമോദീസയ്ക്ക് അന്ന് വരാൻ പറ്റില്ല, പിന്നെ ഒരു ദിവസം ഞാൻ വേണേൽ വരാൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞപ്പം ചെറുക്കൻ ആണ്, അല്ല കൊച്ചാരാന്ന് ചോദിച്ചു. പറഞ്ഞു ചെറുക്കൻ കൊച്ചാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു, കൊച്ചിൻ്റെ പേരെന്താ ഇടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കൊച്ചിൻ്റെ പേര് ഡോമിനിക് എന്നാണ് ഇടുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിൻ്റെ അപ്പൻ്റെ പേര് തോമസ് ആണല്ലോ, പിന്നെ നീ ഡോമിനിക് എന്ന് പേരിട്ട് എന്താന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പൻ ഡോമിനിക് അച്ഛനാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ ഡോമിനിക് അച്ഛനാണ്, അതുകൊണ്ട് ഞാൻ ആദ്യത്തെ കൊച്ചിന് ഇടുന്ന പേര് ഡോമിനിക് എന്നാന്ന് പറഞ്ഞ് ആ കൊച്ചിന് ഡോമിനിക് എന്ന പേര് ഇട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരമർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഇതാണ്: നമ്മൾ നന്മ ചെയ്യാനും ഒരു കുടുംബത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെടാനും തകർന്നു പോകുന്ന ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ, നമ്മുടെ വാക്കുകൊണ്ടാകാം, പ്രവർത്തനങ്ങൾ കൊണ്ടാകാം, ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ദൈവം ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കാൻ കർത്താവ് നമ്മോട് പറയാം, നമ്മൾ നന്മ ചെയ്യണം. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 3:10 ദൈവത്തിന് വചനം പറയുന്നുണ്ട്. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുലിഖിതം നമുക്കൊന്ന് വായിച്ചാലോ?
ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസം കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അതരത്തെയും നിയന്ത്രിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പത്രോസിന് 1-ാം ലേഖനം 3:10 നമുക്ക് ഒരുമിച്ച് വായിക്കാം. പത്രോസ് 1-ാം ലേഖനം 3:10 കിട്ടിയില്ലേ? ഒരുമിച്ച് വായിക്കാം. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അതരത്തെയും നിയന്ത്രിക്കട്ടെ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പം നമ്മുടെ വാക്ക് നമ്മുടെ ജീവിതത്തെ നല്ല ദിവസങ്ങളിലേക്ക് നയിക്കാം, മോശം ദിവസത്തേക്ക് നയിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നന്മയിലേക്കും ഉയർച്ചയിലേക്ക് നയിക്കാൻ നമ്മുടെ വാക്കിന് ശക്തിയുണ്ട്. വാക്കിൻ്റെ ശക്തിയെക്കുറിച്ച് സുഭാഷിതത്തിൻ്റെ പുസ്തകം 25:11 പറയുന്നുണ്ട്. സുഭാഷിതം 21:15 അതുപോലെ 15 വചനങ്ങൾ. സുഭാഷിതം 25:11 നമുക്കതൊന്ന് എടുത്താലോ? അവിടെ ദൈവത്തിൻ്റെ വചനം പ്രത്യേകമായിട്ട് നമ്മുടെ വാക്കിൻ്റെ ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സങ്കീർത്തനം കഴിഞ്ഞ് സുഭാഷിതങ്ങൾ 25. 11-ാമത്തെ വചനം ഒരുമിച്ച് വായിക്കാം. ഉചിതമായ വാക്ക് വെള്ളി തകിടിൽ പതിച്ചു വെച്ച സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ്. അപ്പോൾ ഒരു വാക്കിൻ്റെ എത്രമാത്രം പ്രസക്തി ഒന്ന് നോക്കിയേ. വാക്കിൻ്റെ മെച്ചം, അതിൻ്റെ നന്മ എത്രയാണെന്ന് നോക്കിയേ. വചനം പറയുകയാണ്, ഉചിതമായ വാക്ക് വെള്ളി തകിടിൽ പതിച്ചു വെച്ച സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പോലെയാണ്. ആപ്പിൾ അത് സ്വർണം കൊണ്ടുണ്ടാക്കിയത്, അത് വെച്ചിരിക്കുന്നതോ വെള്ളിത്തകിടിൽ എന്ന് പറഞ്ഞാൽ അത്രമാത്രം അതിനൊരു മനോഹാരിതയും അതുപോലെ വിലയുമുണ്ട്. ബഹുമാനിക്കുന്നു എന്ന് അതിൻ്റെ അർത്ഥം. പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പം നല്ല വാക്ക് ഉപയോഗിക്കുന്നവരെ എല്ലാവരും സ്നേഹിക്കും. ആ വാക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും. 15-ാമത്തെ വചനം നോക്കിയേ. 15-ാമത്തെ വചനം നല്ല വാക്കിൻ്റെ അടുത്തൊരു പ്രത്യേകത പറയുന്നുണ്ട്. ക്ഷമ കൊണ്ട് ഒരു ഭരണാധിപനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. അടുത്തത്, മൃദുലമായ നാവിന് കടുത്ത അസ്ഥിയെ പോലും ഉടയ്ക്കുവാനുള്ള കരുത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ വായിക്കാം. മൃദുലമായ നാവിന് കടുത്ത അസ്ഥിയെ പോലും ഉടയ്ക്കാനുള്ള കരുത്തുണ്ട്. അപ്പോൾ എത്രമാത്രം നമ്മുടെ നാവിൻ്റെ ആ വാക്കിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ, കഠിനമായ കടുത്ത അസ്ഥിയെ പോലും മൃദുവാക്കും എന്ന് പറഞ്ഞാൽ കടുത്ത മനസ്സുകളെ ഇളക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം അവസരോചിതമായി നമ്മൾ സംസാരിക്കണമെന്ന് പറയുകയാണ്. നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുക, അതിനെക്കുറിച്ച് പറയുകയാണ്. പ്രഭാഷകനാണ് കേട്ടോ. പ്രഭാഷകൻ 20:1 മുതൽ ഉള്ള വചനങ്ങൾ. പ്രഭാഷകൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം. പ്രഭാഷകൻ 20. വായിക്കാം. സമയോചിതമല്ലാത്ത ശാസനയുണ്ട്, മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുണ്ട്. കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത്. കുറ്റമേറ്റ് പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അങ്ങനെ പറഞ്ഞിട്ട് 7-ാമത്തെ വചനം, ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും. അപ്പോൾ അതിൻ്റെ തലക്കെട്ട് തന്നെ നോക്കിയേ. 20-ാമത്തെ അധ്യായം പ്രഭാഷകൻ 20-ൽ അവസരോചിതമായി സംസാരിക്കണം. ചിലപ്പോൾ മൗനം പാലിക്കേണ്ടി വരും. ബുദ്ധിമാൻ ഉചിതമായ സമയം വരെ മൗനം പാലിക്കും. അത് 20-7 പറയാം. 20-13 നോക്കിയേ. ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു. 18 നോക്കിയേ. വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽ തെറ്റി വീഴുന്നത്, ദുഷ്ടൻ അതിവേഗം നിലം പതിക്കും. അപ്പോൾ ഈ ദൈവത്തിന് വചനം പഠിപ്പിക്കുന്ന നമ്മുടെ വാക്കിന് ഒത്തിരി ശക്തിയുണ്ട്. വാക്കിലൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ വാക്കിന്
ശക്തിയുള്ളതുകൊണ്ടും വാക്കിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചെല്ലാം പറയുമ്പോൾ അടുത്ത പേജിൽ പ്രഭാഷകൻ്റെ പുസ്തകം 22 നമ്മൾ കണ്ടുമുട്ടുന്നൊരു കാര്യമുണ്ട്. 22 പ്രഭാഷകൻ 22 എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുക ഇല്ലായിരുന്നു. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം നമ്മുടെ നാക്കിന് അല്ലെങ്കിൽ വായ്ക്ക് നമ്മൾ പൂട്ടുവാങ്ങണം. കാവൽക്കാരൻ ചുണ്ടുകൾക്ക് അതെല്ലാം ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി അത് വായിക്കാം. എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. അപ്പം നമ്മുടെ നാവ് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുമെന്ന് പറയുക. അപ്പം നന്മ പറയുക, നല്ലത് പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, നന്മ പറഞ്ഞവരെക്കുറിച്ചൊക്കെ നമ്മൾ ബൈബിൾ കണ്ടുമുട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും എലിസബത്ത് പറയുന്നുണ്ട്, മറിയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലൂക്ക 1:42 പറയുന്നുണ്ട്. ലൂക്ക 1:42 എലിസബത്ത് മറിയത്തെക്കുറിച്ച് പറഞ്ഞു വെച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 1:42 അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്. 44 ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചുചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ വാക്കിൻ്റെ ശക്തി ഇതാണ്. എലിസബത്ത് മറിയത്തെക്കുറിച്ച് വളരെ നന്മയായ കാര്യം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. എന്നിട്ട് പറയും, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടുന്നാണ്. നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ കാതുകളിൽ പതിച്ചപ്പോൾ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ചുചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യം നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വീണ്ടും നമ്മൾ ലൂക്കാ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ ശെമയോൻ യേശുവിനെക്കുറിച്ച് നന്മ പറയുന്നുണ്ട്. നന്മ ശെമയോൻ ഏറ്റുപറയുകയാണ്. ലൂക്കാ സുവിശേഷം 2:28 മുതലുള്ള വചനങ്ങൾ 35 വരെയുള്ള വചനങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ശിമയോൻ നന്മയായ കാര്യങ്ങൾ പറയുക. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടുവയ്ക്കണമേ. എന്നിട്ട് പറയാം, സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് പറയാം, അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേൽ മഹിമയുമാണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അനേകരുടെ ഹൃദയ വികാരങ്ങൾ വെളിപ്പെടും. ദൈവത്തിന് വചനം പറയാം, യേശുവിനെക്കുറിച്ചുള്ള പദ്ധതികളും യേശു രക്ഷകനാണ് എന്നുള്ള കാര്യങ്ങൾ, നന്മയായ കാര്യങ്ങൾ, അനേകരുടെ കുടുംബങ്ങളുടെ നന്മയാണ് യേശു, മാനവകുലത്തിൻ്റെ നന്മയാണ് യേശു എന്ന കാര്യം ശിമയോൻ പരസ്യമായിട്ടും ഏറ്റു പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അടുത്ത വചനം നോക്കിക്കേ, അന്ന എന്ന് പറയുന്ന ഒരു വൃദ്ധയായ പ്രവാചിക പറയുന്നുണ്ട്. ഫനുവേലിൻ്റെ പുത്രി. അടുത്ത വചനം 36 പറയുകയാണ്. ശിമയോൻ മാത്രമല്ല നന്മ പറയുന്നത്. ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശീയുമായ അന്ന എന്നൊരു പ്രവാചിക അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയാണ്. അപ്പം 84 വയസ്സുള്ള അന്ന എന്ന് പറയുന്ന പ്രവാചിക ദേവാലയം വിട്ടുപോകാതെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയാണ്. അപ്പോൾ ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുന്ന ഈ പ്രവാചികയായ ഈ അമ്മച്ചി, വല്യമ്മച്ചി പറയുന്ന കാര്യം ഇതാണ്,
38ാമത്തെ മിനിറ്റ് പറഞ്ഞു, അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ യേശുവിനെക്കുറിച്ച് നന്മയായ കാര്യങ്ങൾ മുഴുവൻ സംസാരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയുന്ന ഒരു ജീവിതം നന്മ പറഞ്ഞിരിക്കും. പിന്നെ ഈ 84 വയസ്സുള്ള അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപ കൊണ്ട് നിറഞ്ഞു ഇരുന്ന് നന്മ പറയുക. ശമയാൻ, വൃദ്ധനായ ശമയാൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തിന് നന്ദി പറയുക, നന്മ പറയുക. വീണ്ടും നമ്മൾ നന്മ പറയുന്നുണ്ട്. ഒരു അമ്മായിമ്മയെക്കുറിച്ച് മരുമകൾ നന്മ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. ഒരു അമ്മായിമ്മയെക്കുറിച്ച് മരുമകൾ നന്മ പറഞ്ഞിട്ടുണ്ട്. റൂത്ത് എന്ന് പറഞ്ഞ, റൂത്തിൻ്റെ പുസ്തകം നിർത്തിയേ. റൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വളരെ പ്രധാനപ്പെട്ട അമ്മായിമ്മയെക്കുറിച്ച് മരുമകൾ പറയും. ഇന്ന് നമുക്കറിയാം അമ്മായിമ്മയും മരുമകളും ഒരു പ്രശ്നമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പല സ്ഥലത്തും പ്രശ്നങ്ങളാണ്. അപ്പോൾ അമ്മായിമ്മയെക്കുറിച്ച് മരുമകൾ ശക്തമായിട്ടും പറയുകയാണ്. യോശുവയുടെ പുസ്തകം കഴിഞ്ഞ് ന്യായാധിപന്മാരുടെ പുസ്തകം കഴിഞ്ഞ് റൂത്ത്, അടുത്ത റൂത്തിൻ്റെ പുസ്തകത്തിൽ ഒരു ചെറിയ ഒരു പുസ്തകമാണ്. 4 അധ്യായം മാത്രമേ ഉള്ളൂ. ഈ 4 അധ്യായമുള്ള ഇതിൽ കിട്ടിയല്ലോ. ഒന്നാമത്തെ അധ്യായത്തിൽ 15 മുതലുള്ള വചനങ്ങൾ. നവോമി പറഞ്ഞു, നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോവുക, കാരണം ഇവളുടെ ഭർത്താവ് മരിച്ചു. വിധവയായ ഈ റൂത്തിനോട് അമ്മായിമ്മ പറയുക, നീ പൊക്കോ, ഇവിടെ നിൽക്കണ്ട, നീ ഇനി ഇവിടെ നിൽക്കണ്ട, നീ പോയി വല്ല കല്യാണം കഴിച്ച് നീ വീട്ടിൽ പോകാൻ പറയുകയാണ്. നീ നിൻ്റെ വീട്ടിൽ പോവുക, എന്നിട്ട് നീ കല്യാണം കഴിച്ച് പോകണമെന്ന് പറയുമ്പോൾ ഈ നവോമിയോട് റൂത്ത് പറയുന്നുണ്ട്. 15ഉം 16 വചനങ്ങൾ. നവോമി പറഞ്ഞു, നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ, അവളെപ്പോലെ നീയും പോവുക. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവും ആയിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല. അപ്പോൾ മനസ്സിലായി. അപ്പോൾ അമ്മായിമ്മയും മരുമയും തമ്മിലുള്ള ബന്ധം നന്മ പറയുകയാണ്. മരുമകൾ അമ്മായിമ്മയെക്കുറിച്ച്, അമ്മായിമ്മയുടെ ദൈവം എൻ്റെ ദൈവം, അമ്മായിമ്മ എൻ്റെ അമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അമ്മായിമ്മയും മരുമകളും തമ്മിൽ വലിയ പ്രശ്നങ്ങളും അതുപോലെ പ്രതിസന്ധികളും കുടുംബങ്ങളിൽ അരങ്ങേറുമ്പോൾ ഇതൊക്കെ എടുത്ത് വായിക്കുന്ന നല്ലതാണ്. ഹല്ലേലൂയ. അമ്മായിമ്മയാകാനിരിക്കുന്നവരൂടെയുണ്ട്, അമ്മായിമ്മമാരുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിൽ പ്രശ്നങ്ങൾ മാറും. അമ്മായിമ്മ എൻ്റെ അമ്മ. പക്ഷപാതം കാണിക്കരുത്, മരുമകളോട് പക്ഷപാതം കാണിക്കരുത്, മാറ്റി നിർത്തരുത്, ചേർത്ത് നിർത്തണം. അപ്പം അടുക്കളയിലൊക്കെ കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം. ഹല്ലേലൂയ. ശപിക്കാൻ പോകരുത്, അനുഗ്രഹിക്കണം അവരെ. അനുഗ്രഹിച്ചാണ് അമ്മായിമ്മമാർ മരുമകളെ വീട്ടിലേക്ക് കയറ്റിയിരിക്കുന്നത്, അല്ലേ? അനുഗ്രഹിച്ചല്ലേ കയറ്റിയിരിക്കുന്നത്. കൊന്തയെടുത്ത് മരുമകൾ വീട്ടിലേക്ക് വരുമ്പോൾ അന്ന് കൊന്തയെടുത്ത് മരുമകളുടെ ശിരസിൽ കുരിശു വരച്ച്, കൊന്ത കൊണ്ട് കുരിശു വരച്ച് കൈപിടിച്ച് അകത്തോട്ട് കയറ്റിയവരാണ് ഇവിടെ ഇരിക്കുന്ന അമ്മായിമ്മമാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മയായിട്ട് സ്വീകരിക്കണം, അമ്മായിമ്മ മകളായിട്ട് സ്വീകരിക്കണം. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവും സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നമുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ മരുമകൾ നന്നായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അമ്മായിമ്മയ്ക്ക് മരുമകളോടൊരു കരുതൽ വേണം.
അതുപോലെ മരുമകൾക്ക് അമ്മായിമ്മയോട് ഒരു ബന്ധം വേണം. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നന്മ പറയുന്ന ഒരു ജീവിതം. തീത്തോസിൻ്റെ പുസ്തകം 3:2 എടുത്ത്. തീത്തോസ് 3:2. തീത്തോസിൻ്റെ പുസ്തകം 3:2. അവിടെ വചനം പ്രത്യേകമായിട്ട് നമ്മോട് പറയുന്ന കാര്യമുണ്ട്. ആരെപ്പറ്റിയും തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ ഉദ്ബോധിപ്പിക്കുക. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാ, തിന്മ പറയാതെ, ആരെപ്പറ്റിയും തിന്മ പറയരുത്. തീത്തോസ് 3:2. ആരെപ്പറ്റിയും തിന്മ പറയരുത്. കിട്ടിയോ? പേജ് നമ്പർ പറഞ്ഞു വന്നാൽ എളുപ്പമുണ്ട് എല്ലാവർക്കും. ഹല്ലേലൂയ. 324 പുറകിൽ നിന്നാണ് കേട്ടോ. ചിലർ ഫ്രണ്ടിൽ നിന്ന് നോക്കരുത്. ബൈക്കിൽ സമ്പൂർണ്ണമായുള്ള അതിൻ്റെ പുറവശത്തുള്ള പുതിയ നിയമത്തിൽ 324 നമുക്ക് ഒരുമിച്ച് വായിക്കാം. ആരെപ്പറ്റിയും തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ ഉദ്ബോധിപ്പിക്കുക. അപ്പം തിന്മ പറയരുത്. 2, കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. 3, സൗമ്യരായിരിക്കണം. എല്ലാവരോടും മര്യാദ കാണിക്കണം. 4 കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുക. 4 കാര്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ നന്മ പറയില്ല. നന്മയുണ്ടെങ്കിൽ അത് ലാസ്റ്റ് പറഞ്ഞേക്കാമെന്ന് വിചാരിക്കും. തിന്മ മുഴുവൻ പറയും. സൗമ്യരായിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദൈവത്തിന് വചനം പറയാം 4 കാര്യം. നമ്മൾ തിന്മ പറയരുത്, കലഹങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് മാറി നിന്നാൽ മതി. നാവടക്കം കണ്ണടക്കം ഒക്കെ പാലിച്ചൊന്ന് മാറുകയൊക്കെ ചെയ്താൽ പകുതി പ്രശ്നങ്ങൾ തീരും. പകുതി കുടുംബ പ്രശ്നം എങ്ങനെയാണ്? തിന്മ പറയുന്നത് കൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറയുന്നൊരു മാസികയിൽ വന്ന ഒരു കുറിപ്പ് വായിച്ച് തോർക്കുകയാണ്. അവിടെ പറഞ്ഞിങ്ങനെയാണ്, ഒരു സായിപ്പ് ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടി വീട്ടിൽ വന്നു. സായിപ്പിനെ കുറിച്ചുള്ള ഒരു കഥയാണ്, മാതാവും സായിപ്പും. ഉച്ചയ്ക്ക് വീട്ടിൽ ചോറിനാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ മാതാമ്മ ചോറും പ്ലേറ്റ് എടുത്ത്, നല്ല മനോഹരമായ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് വൈക്കോല് ചുരുട്ടി വെച്ചു. വൈക്കോല് ചുരുട്ടി വെച്ചു. സായിപ്പിനെ ദേഷ്യം കൊണ്ട് ചാടിയേറ്റ് അടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, ദേഷ്യപ്പെട്ട് ബഹളം വെച്ചു. എന്നിട്ട് ചോദിച്ചു, ഞാനെന്താ പോത്താണോ ഈ വൈക്കോല് തിന്നാന്ന് ചോദിച്ചു. മാതാമ്മ ഒരു മറുപടിയും പറഞ്ഞില്ല. മാതാമ്മ ചിരിച്ചോണ്ട് നിന്നു. അപ്പം ചിരിച്ചോണ്ട് നിൽക്കുന്ന, ശാന്തമായിട്ട് നിൽക്കുന്ന കണ്ടപ്പം സായിപ്പിന് വീണ്ടും ഭയങ്കര ദേഷ്യം കയറി. അടിച്ചില്ല, പക്ഷേ ചൂടായി ബഹളം വെച്ചു, ആക്രോശിച്ചു. അപ്പം മാതാമ്മ ശാന്തമായിട്ട് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ 12 വർഷമായിട്ട് എങ്ങനെ നിങ്ങളെ തൃപ്തിപ്പെടുത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് നല്ല ഭക്ഷണം ഓരോ തരത്തിൽ ഓരോ ഡിഷസ് ആയിട്ട് ഞാൻ വെച്ച് തന്നു. പക്ഷേ നിങ്ങളത് തിന്നും, ഒരക്ഷരം മിണ്ടില്ല, ഏറ്റുപോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഒരു മറുപടിയും പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമാകുന്നില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഏത് തന്നാലും നിങ്ങൾ തിന്നും എന്ന് വിചാരിച്ച് വൈക്കോലെടുത്ത് വെച്ചതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഞാൻ പല രീതി ഉണ്ടാക്കി തന്നപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് പറയണ്ടേ? അത് നന്നായിരുന്നു ഒന്നും പറയണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് തന്നാലും തിന്നു എന്ന് വിചാരിച്ച് വൈക്കോല് വെച്ചതെന്ന് പറയും. സായിപ്പിന് പിന്നെ കാര്യം മനസ്സിലായി. പെട്ടെന്ന് ഒരു അഭിപ്രായം പറയാത്തത് കൊണ്ടും പ്രോത്സാഹനം കൊടുക്കാത്തത് കൊണ്ടാണെന്ന് അറിഞ്ഞ് ചാടിക്കയറി സായിപ്പ് സോറി പറഞ്ഞു. നമ്മളാണെ പറയുമോ? ഹല്ലേലൂയ. സായിപ്പിന് ഗുണമുള്ളതുകൊണ്ട്, അവർക്ക് നല്ല ഗുണമുള്ള മനുഷ്യരായതുകൊണ്ട് അവർ സോറി സോറി എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് സായിപ്പ് സോറി പറഞ്ഞ് ഈ ഭാര്യ വെച്ച് തരുന്നതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചു, നന്ദിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര നാൾ അമ്മ വെച്ച് തന്നതിന് ഏതെങ്കിലും അമ്മയോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന കൊച്ചിനോട് ചോദിക്കട്ടെ. ഹല്ലേലൂയ. അമ്മ ഇത്ര നാൾ വെച്ച് തന്നതിന് എന്തെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ടേസ്റ്ററോട് പറയാറുണ്ടോ, നീ നല്ല ക്വാളിറ്റി ഉള്ള ഉച്ച? ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത വരുന്ന സമയത്തല്ലേ, നല്ല അല്ലാത്ത സമയത്ത് അതിൽ കൂടുതൽ പറയുമോ? ഇല്ല, കുഴപ്പമില്ല. കൊച്ചു നല്ല കൊച്ചായതുകൊണ്ട് കുഴപ്പമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ ക്വാളിറ്റി കണ്ടപ്പോൾ മടത്തി വേണേൽ ചേർക്കാമെന്ന് തോന്നുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവെ ആരാധന. പഴയ റഷ്യയിൽ ഞാൻ ഇങ്ങനെ വായിച്ചു ഓർക്കുന്നുണ്ട്, രാജകൊട്ടാരങ്ങളിൽ വലിയ വിരുന്നുകളൊക്കെ നടക്കുമ്പം, വലിയ പ്രഭു മന്ദിരങ്ങളിലൊക്കെ വിരുന്നെല്ലാം നടന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സൽക്കാരത്തിൻ്റെ ഇതെല്ലാം ഇപ്പോൾ അതിഥികളെ മാനിക്കാൻ വേണ്ടി വലിയ വിരുന്നൊക്കെ നടത്തി കഴിയുമ്പോൾ, ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ മെയിൻ അതിഥി ഭക്ഷണത്തിന് നന്ദി പറയും. ഉണ്ടാക്കിയവരെ വിളിപ്പിച്ചിട്ട് പറയും, നിങ്ങൾ ചെയ്ത് നന്നായിരുന്നു, എന്നിട്ട് സമ്മാനമൊക്കെ കൊടുത്ത് പോകും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആതിഥ്യം സ്വീകരിക്കുക മാത്രമല്ല, എന്നിട്ട് കൈ കഴുകി അവിടുന്ന് പോകുകയെന്നല്ല, ഇത് ഉണ്ടാക്കിയവരെയും അതുപോലെ തന്നെ ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തവർക്കൊക്കെ നന്ദി പറയാനും അവർക്ക് സമ്മാനങ്ങളൊക്കെ നൽകി പോകുന്നു എന്ന് ഞാൻ വായിച്ചു ഓർക്കുകയാണ്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാക്ക് പറയാനും നല്ലത് ചിന്തിക്കാനും പഠിച്ചവർ അങ്ങനെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാത്തിനും താങ്ക്സ് പറയാൻ, അല്ലെങ്കിൽ നല്ലതാണെന്ന് പറയാൻ, നെഗറ്റീവ് മാത്രം കാണരുത്. അത് ഭക്ഷണം മാത്രമൊന്നുമല്ല, എല്ലാ കാര്യത്തിലും നെഗറ്റീവ് പോസിറ്റീവ്. ചിലർക്ക് നെഗറ്റീവ് എനർജി മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് എനർജി, ഒരു നെഗറ്റീവായിട്ട് ഒരാൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട്ടിലുണ്ടെങ്കിൽ, ആ ഒരു അന്തരീക്ഷം മൊത്തം നെഗറ്റീവാക്കാം. പോസിറ്റീവായിട്ട് കാണാനായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ, നന്മ കാണാനും പ്രവർത്തിക്കാനുണ്ടെങ്കിൽ ആ ഒരു അന്തരീക്ഷം, ഒരു കുടുംബാന്തരീക്ഷം എത്ര നന്നായിരിക്കുന്നു. ഒരു അമ്മ എല്ലാത്തിനും പോസിറ്റീവാണ്, എന്ത് നെഗറ്റീവ് ആണെങ്കിലും ശരി പോസിറ്റീവായിട്ട് ചിന്തിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുടുംബം, മക്കൾ പോസിറ്റീവായിട്ടെല്ലാം ചിന്തിക്കാൻ തുടങ്ങും. അത് പോട്ടെ, സാരമില്ലാന്ന് പറയാനായിട്ട് ശ്രമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വായിച്ചു ഓർക്കുന്നുണ്ട്, വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ വിശുദ്ധനാ. അദ്ദേഹം ഒത്തിരി പീഡകളിലൂടെ കടന്നുപോയി. തെറ്റിദ്ധാരണയുടെ എല്ലാം പേരിൽ ഈ വിശുദ്ധനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രമത്തിലെ വീട്ടുതടങ്ങളിൽ താമസിപ്പിച്ചു. ആശ്രമത്തിലെ വീട്ടുതടങ്ങളിൽ താമസിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ ഈ വീട്ടുതടങ്ങളിൽ താമസിച്ചു. പുതിയ ആശ്രമത്തിൻ്റെ അധിപൻ വന്നു. പുതിയ ആശ്രമത്തിൻ്റെ അധിപൻ വരുമ്പോൾ, തിരഞ്ഞെടുക്കോട്ട് കഴിയുമ്പോൾ ആശ്രമത്തിലുള്ളവർ വലുതും ചെലുതുമായ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുതിയ ആശ്രമ ശ്രേഷ്ഠൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യുന്ന സമയത്ത് പലരും പല കാര്യങ്ങളും ആവശ്യപ്പെടുമ്പോൾ ഈ വീട്ടു തടങ്കലിൽ കഴിയുന്ന കുരിശിലെ വിശുദ്ധ യോഹന്നാൻ സ്വാഭാവികമായിട്ടും പുതിയ ആശ്രമ ശ്രേഷ്ഠം വന്നു കഴിയുമ്പോൾ ചോദിക്കേണ്ടത് എന്താ? എന്നെ അതിൽ നിന്ന് പുറത്താക്കണമെന്നല്ലേ പറയുള്ളൂ, അങ്ങനെയല്ലേ പറയുള്ളൂ. പക്ഷേ ഈ കുരിശിലെ വിശുദ്ധ യോഹന്നാൻ അത് ചോദിച്ചില്ല. എന്നെ പുറത്താക്കണം, വീട്ടുതടങ്കിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞില്ല. തെറ്റിദ്ധാരണയുടെ പേരിൽ അകത്ത് കിടക്കുന്നത്. പക്ഷെ ചോദിച്ചില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് പേന വേണം, ഒരു കടലാസ് വേണമെന്ന് പറഞ്ഞു. പേന വേണം, കടലാസ് വേണം. കടലാസ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത കടലാസ് തരണം, പേനയിലെ മഷി കഴിഞ്ഞാൽ അടുത്ത മഷി തരണം എന്നാണ് പറഞ്ഞുള്ളൂ. അങ്ങനെ ഈ വീട്ടുതടങ്കലിൽ കഴിയുന്ന സമയത്ത് അദ്ദേഹം ചിന്തിച്ചതും പ്രാർത്ഥിച്ചതും ദൈവം വെളിപ്പെടുത്തി കൊടുത്തതുമായ കാര്യങ്ങൾ മുഴുവനും അദ്ദേഹം ഈ കടലാസ് എഴുതാൻ തുടങ്ങി. ഓരോ കടലാസ് തീരും, കൊടുത്ത കടലാസ് തീരും, പേനയുടെ മഷി തീരും, അടുത്തത് മേടിക്കും. അപ്പോൾ ആ സർവശേഷൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എനിക്കിങ്ങനെ തന്നാൽ മതി, പേനായും കടലാസ് തന്നാൽ മതി. അപ്പോൾ ഈ വീട്ടുതടങ്ങളിൽ കിടക്കുന്ന ഈ കുരിശിലെ യോഹന്നാൻ, അദ്ദേഹം ദൈവിക വെളിപാടുകൾ കിട്ടി, അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞു. അങ്ങനെ അദ്ദേഹം അന്നേരം എഴുതി വെച്ച കാര്യമാണ് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധമായ പുസ്തകം വരെ അതുണ്ടാവുകയാണ്. എഴുതിയതാണ് പിന്നീട്, ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ. അപ്പോൾ നെഗറ്റീവായ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ വേണമെങ്കിൽ ദുഷിക്കാം, കൂടെയുള്ളവർക്ക് ദുഷിച്ച് പറയാം, അധികാരികളെ വേണമെങ്കിൽ എതിര് പറയാം, കൂടെയുള്ളവരോട് നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയാം. പക്ഷേ ദൈവഹിതം എന്താണോ, സഹനമാണോ, ആയിക്കോട്ടെ, എതിർത്ത് പറയാൻ പോയില്ല. അവിടെ നിന്ന് ദൈവത്തിന് നന്ദി പറയാനും പ്രാർത്ഥിക്കാനും ആ സാഹചര്യങ്ങളെ നല്ല രീതിയിൽ എടുത്തപ്പോൾ നല്ലത് മാത്രം ചിന്തിച്ചു, നല്ലത് മാത്രം പ്രവർത്തിച്ചു. അപ്പോൾ ദൈവം വെളിപ്പെടുത്തലുകൾ നടത്തി. അപ്പോൾ ദൈവികമായ വെളിപ്പെടുത്തലുകളും
ദൈവാനുഭവങ്ങളും എല്ലാം നമുക്ക് കിട്ടാൻ പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ നല്ലത് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് ഈ വിശുദ്ധൻ പറയുകയാണ്. വിശുദ്ധൻ്റെ ജീവിതം അതാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്കറിയാം, നമുക്ക് എത്രയോ നെഗറ്റീവ് സാഹചര്യങ്ങൾ വരും, പ്രതിസന്ധികൾ എത്ര വരും. പ്രതിസന്ധികളിലും നെഗറ്റീവായ മനസ്ഥിതിയോടുകൂടി നമ്മൾ നടന്നാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടില്ല, ആനന്ദം കിട്ടില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, ബ്ലൂം വെയർ യു ആർ പ്ലാന്റഡ് എന്ന് പറയാറുണ്ട്. നട്ടപ്പെട്ടത് എവിടെയോ അവിടെ പുഷ്പിക്കണം. നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് പരാതി പറയാം, പരിഭവം പറയാം, പക്ഷെ അതല്ല. നമ്മൾ ഇന്ന സാഹചര്യത്തിൽ ദൈവം അറിഞ്ഞിട്ടാണ് നമുക്ക് ഓരോ സാഹചര്യവും തരുന്നത്. ഇന്ന കുടുംബത്തിൽ ജനിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇനിയും പ്രതിസന്ധി, അല്ലെങ്കിൽ ഇന്ന രോഗങ്ങൾ, ഇല്ലെങ്കിൽ കടബാധ്യതകൾ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ, തിരസ്കരണം, അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത സാഹചര്യങ്ങൾ, നിരാശപ്പെടുന്ന സാഹചര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്നിട്ടും തിന്മയായ കാര്യങ്ങളും സഹനങ്ങളും ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങൾ, ഇങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഇതെല്ലാം നമ്മുടെ ഉടയവൻ അറിഞ്ഞിട്ടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞാൽ മതി. ദൈവം അറിഞ്ഞിട്ടുണ്ട്, സൃഷ്ടാവായ ദൈവം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ എല്ലാത്തിനും പിന്നിൽ ഒരു നന്മയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമുക്ക് ദൈവത്തെ കാണാൻ തുടങ്ങിക്കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചിരിക്കും, പോസിറ്റീവായിട്ട് പറഞ്ഞിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അത് ഇല്ലായ്മയെക്കുറിച്ചല്ല നമ്മൾ, അല്ലെങ്കിൽ വല്ലായ്മയെക്കുറിച്ചല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. അവിടെ പ്രതികരിക്കുകയല്ല, സൗമ്യമായിരിക്കുക, ശാന്തമാവുക. സങ്കീർത്തനം 46:10 അതാ പറയുന്നത്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. അപ്പം ശാന്തമായി ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിക്ക് ശാന്തമായി ജീവിക്കാൻ പറ്റും. ഈ പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ ലേഖനം എഴുതിയത് റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്താണ്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് തിമോത്തിക്ക് ലേഖനങ്ങൾ എഴുതി. അതെല്ലാമാണ് നമ്മൾ ഇപ്പോൾ വായിക്കുന്നത്. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തിൽ 1:4 കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോട് പറയുന്ന കാര്യമുണ്ട്. കാരാഗ്രഹത്തിൽ കിടന്നിട്ടും നന്മ പറയുക. 2 തിമോത്തി 1:4 പറയുക, നിന്റെ കണ്ണുനീരിനെ പറ്റി ഓർക്കുമ്പോഴൊക്കെ നിന്നെ ഒന്ന് കണ്ട് സന്തോഷഭരിതനാകാൻ ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആരുടെ കണ്ണുനീര് ആരാ ഒപ്പുന്നത്? ജയിലിൽ കിടക്കുന്ന പൗലോസ്ലീഹ സഹനങ്ങളിലൂടെ പോകുന്ന, വേദനയിലൂടെ പോകുന്ന തിമോത്തിയുടെ കണ്ണുനീരൊപ്പാൻ സന്തോഷഭരിതമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഒന്നുകൂടി വായിച്ചേ, നിന്റെ കണ്ണുനീരിനെ പറ്റി ഓർക്കുമ്പോഴൊക്കെ നിന്നെ ഒന്ന് കണ്ട് സന്തോഷഭരിതനാക്കാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹയുടെ ഹൃദയത്തിൽ നന്മയുണ്ട്, സന്തോഷമുണ്ട്, ദൈവാനുഭവമുണ്ട്, ദൈവസ്നേഹമുണ്ട്. അതുകൊണ്ടാണ് തിമോത്തി തൻ്റെ ശിഷ്യൻ കണ്ണുനീരിലൂടെ പോകുമ്പോൾ അവനെ സന്തോഷഭരിതനാക്കാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് 2 കൂട്ടരും കണ്ണുനീരിലൂടെ പോകുന്നത്. പൗലോസ്ലീഹ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്, അവിടെ കണ്ണുനീര് തന്നെ, പുറത്തിറങ്ങാൻ പറ്റുമോ? അത് മാത്രമല്ല, അവിടുന്ന് കൊണ്ടുപോകുന്നത് ഉറപ്പായിട്ടും പൗലോസ്ലീഹയ്ക്ക് അറിയാം. റോമിൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഉറപ്പായിട്ടും അറിയാം, അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ കഴുത്ത് അറക്കപ്പെടുമെന്നറിയാം. അപ്പോൾ കണ്ണുനീരുണ്ടെന്നറിയാം. പക്ഷേ അതിൽ കണ്ണുനീരോ അല്ലെങ്കിൽ ജീവൻ പോകുന്നതോ ഒരു പ്രശ്നമായി കാണാതെ തൻ്റെ സഹശുശ്രൂഷകനായ അല്ലെങ്കിൽ അരുമ ശിഷ്യനായ തിമോത്തിയുടെ വേദന എടുത്തു മാറ്റാൻ സന്തോഷിക്കണം, സന്തോഷഭരിതനാക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അങ്ങനെ എഴുതിയ ലേഖനമാണ് തിമോത്തിക്ക് എഴുതിയ ലേഖനമെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പൗലോസ്ലീഹ ലേഖനങ്ങൾ എഴുതിയ 13 ലേഖനങ്ങൾ എഴുതിയത്, ആ ലേഖനങ്ങൾ മുഴുവൻ റോമിലെ ജയിലിൽ കിടന്ന സമയത്താണ്. റോമിലെ ജയിലിൽ കിടന്ന സമയത്ത്, ആ ജയിലിൽ കിടന്ന് ഈ ലേഖനങ്ങൾ 13 ലേഖനങ്ങളൊക്കെ എഴുതി കഴിയുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അത് 20 വരെ കിട്ടേണ്ടതായിരുന്നു. 13 എണ്ണം കഴിഞ്ഞപ്പോഴാണ് ശിരച്ഛേദം ചെയ്തത്.
ഈ കാരാഗ്രഹത്തിന് അവിടുന്ന് 100 മീറ്റർ മാറി, 100 മീറ്റർ ഇല്ല, ഒരു 50 മീറ്റർ മാറിയിട്ടാണ് അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി ഒരു തൂണേൽ, കൽത്തൂണേൽ, ഒരു നിലത്തുനിന്ന് ഒരു 2-3 അടി ഹൈറ്റുള്ള കൽത്തൂണേൽ കഴുത്ത് വെച്ച് വെട്ടിയിടുന്നു. ആ തല അവിടുന്ന് തെറിച്ച് താഴെ വീണത് 3 പ്രാവശ്യം കുതിച്ച് ചാടി. അവിടെ 3 ഫൗണ്ടൻ ഇന്നുമുണ്ട്. റോമിൽ ആ തല കുതിച്ച് ചാടിയോടത്ത് 3 ഫൗണ്ടൻ ഉണ്ടാകുകയാണ്, ഉറവയുണ്ടായി. അത് പറ്റാതെ ഇന്നും അവിടെയുണ്ട്. ഈ 2 സ്ഥലത്തും ഇന്ന് പള്ളിയെന്നാണ് അറിയാം. ആ വെള്ളം ഞാൻ 2017 റോമിൽ പോയ സമയത്ത്, കഠിന വേനലുള്ള സമയത്ത്, പക്ഷേ ഈ ഉറവയിലെ വെള്ളം വറ്റിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? നന്മ ചിന്തിച്ചു, നല്ലത് പറഞ്ഞു, നല്ല ദൈവത്തെ ആരാധിച്ചു. ഈ കണ്ണുനീരിലൂടെ പോകുന്ന ശിഷ്യനെ സന്തോഷഭരിതനാക്കാൻ ആഗ്രഹിക്കുന്ന, സന്തോഷത്തിൻ്റെ കൃപയുടെ ജീവിതം നയിച്ച പൗലോസിൻ്റെ തല അറുത്ത് മാറ്റപ്പെട്ട് അത് 3 പ്രാവശ്യം കുതിച്ച് ചാടുമ്പോൾ അത് ഇന്നും ഒരു അത്ഭുതമായിട്ട് ആ റോമിലെ ആ കുന്നിൽ ഇന്നും ഒരു അത്ഭുതമായി 3 ഉറവകൾ അവിടെ ഉണ്ടെങ്കിൽ, ജലസ്രോതസ്സായിട്ട് അത് മാറിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നല്ലത് പറയുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് തന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയ. നമുക്കറിയാം വിശുദ്ധ അന്തോനീസ് മരണപ്പെട്ടിട്ട് നമുക്കറിയാം 36 വർഷം മാത്രം ജീവിച്ചിരുന്ന വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതം ഒരു അനുഗ്രഹവും അതുപോലെ തന്നെ ഒരു പാഠവുമാണ് ഇന്ന് നമുക്ക് എന്ന് നമ്മൾ തിരിച്ചറിയണം. 1231 വിശുദ്ധൻ മരിച്ചെങ്കിലും ഈ 780 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും അഴുകാതെ ആ വിശുദ്ധൻ്റെ നാവ് ഇന്നും ഇരിക്കുക. റോമിലൊരു പള്ളിയിൽ പ്രധാന ആൾക്കാരുടെ മുകളിൽ ഒരു പേടകത്തിൽ അഴുകാതെ ഇന്നും ആ നാവ് ഇരിപ്പുണ്ട്. ജീവനുള്ള നാവായിട്ട്, അഴുകാതെ ജീവനുള്ള നാവ് എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ ആ ജീവനുള്ള ഒരാളുടെ നാവായിട്ട് അത് ഇരിക്കുകയാണ്. സെൻ്റ് ആൻഡ്രീസ് ബസിലിക്കയിൽ പ്രധാന ആൾക്കാരുടെ മുകളിൽ ഒരു പേടകത്തിൽ വെച്ചിരിക്കുകയാണ്. അത് കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം ഈ അഴുകാത്ത നാവ് നൽകുന്ന ഒരു സന്ദേശമുണ്ട്, ലോകത്തിൽ നൽകുന്നൊരു സന്ദേശം. ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തെ പ്രഘോഷിച്ചതുപോലെ ഇന്നും അഴുകാതെ ആ നാവ് ഇരിക്കുമ്പോൾ മരണശേഷവും ദൈവത്തെ പ്രഘോഷിക്കുക. വിശുദ്ധ അന്തോനീസിൻ്റെ നാവിൻ്റെ അത്ഭുത ശക്തി ദൈവത്തെ മാത്രം പ്രഘോഷിക്കാനും നല്ലത് പറയാനും അതുപോലെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാനും ജീവിതത്തിലൂടെ എല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോൾ ദൈവം നാവിനെ അത്രമാത്രം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ദൈവവചനം പ്രഘോഷിച്ചതുകൊണ്ടും വിശുദ്ധമായ ജീവിതമായിരുന്നതുകൊണ്ടും നാവ് മാത്രം അഴുകാതെ, നാവ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജീവിതങ്ങൾ അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറുമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. മത്തായി സുവിശേഷം 12:36 അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നുണ്ട്. മത്തായി 12:36 വചനം പറയുകയാണ്, വായിൽ നിന്ന് പുറത്തു പോകുന്ന ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾ അറിയണം. വായിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പം നാവ് ദുരുപയോഗിക്കുന്നവരുടെ സ്ഥിതി ഭയാനകമാണ് എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സുഭാഷിതത്തിൻ്റെ പുസ്തകം 25:11-15 നമ്മൾ കണ്ടതാണല്ലോ. ഉചിതമായ വാക്ക് വെള്ളിത്തളികയിൽ വെച്ച് കൊടുക്കുന്ന സ്വർണ്ണ ആപ്പിൾ പോലെയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം അതാ. സ്വർണ്ണ ആപ്പിൾ പോലെയാണ്, വെള്ളിൽ തളികയിലുള്ള സ്വർണ്ണ ആപ്പിൾ പോലെയാണ് നല്ല കാര്യങ്ങൾ പറയുന്ന നാവ്. മൃദുവായ വാക്ക് അസ്ഥികളെ, കടുത്ത അസ്ഥികളെ പോലും മൃദുവാക്കുന്നു എന്ന് വചനം പറയുന്നുണ്ട്. വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ വെറും 36 വർഷം മാത്രം ജീവിച്ച ഒരു ജീവിതം. ഒരിക്കലും പരദൂഷണം പറയാതെ ശത്രുക്കളോട് അബദ്ധ സിദ്ധാന്തങ്ങളിൽ പോകുന്ന വ്യക്തികളെ ശാസിക്കാനും തിരുത്താനും
ദൈവത്തിലേക്ക് നയിക്കാനും വേണ്ടി വചനപ്രഘോഷണവും അതുപോലെ സഭയെക്കുറിച്ചും സത്യദൈവത്തെക്കുറിച്ചുമുള്ള പഠനങ്ങളുമെല്ലാം പ്രഘോഷിച്ചതിൻ്റെ എല്ലാം അടയാളമാണ് ഈ നാവ് അഴുകാതിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവവചനം പ്രഘോഷിച്ച നാവ്, ദൈവസ്തുതികൾ ഉദ്ഘോഷിച്ച നാവ്, ദൈവബലി അർപ്പിച്ച നാവ്, നിരന്തരം പ്രാർത്ഥിച്ച നാവ്, സഹജീവികളെ ആശ്വസിപ്പിക്കുവാനായി ഉപയോഗിച്ച നാവ്, നിരന്തരം അനുഗ്രഹിക്കാനായിട്ട് ഉപയോഗിച്ച നാവ്, പാപികളെ മാനസാന്തരപ്പെടുത്താനായിട്ട് ഉപയോഗിച്ച നാവ് ഒരു സാക്ഷ്യമായി ദൈവം മാറ്റി. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ നല്ല വാക്കുകൾ പറയാനും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുമെല്ലാം നമ്മൾ തയ്യാറാകുമ്പോൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിന് വചനം പറയുക. നാവിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ശക്തമായിട്ടും വായിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ദുരുപയോഗത്തെക്കുറിച്ചും അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നാവ് ദുരുപയോഗിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതങ്ങളിൽ എത്രമാത്രം തകർച്ചകൾ കടന്നു വരും. തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ വരുന്ന തിന്മയായ കാര്യങ്ങളെക്കുറിച്ച് 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. അതിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, സംസാരത്തിൽ തെറ്റുവരാത്തവൻ. 3:2 പറയുക, സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ അവന് നിയന്ത്രിക്കാൻ കഴിയും. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവെ ആരാധന. നമുക്ക് 2 മുതലുള്ള വചനങ്ങൾ വായിക്കാം. നാവ് എങ്ങനെ നമ്മെ അനുഗ്രഹിക്കും, അതിൻ്റെ ദുരുപയോഗം ഏത് വിധത്തിലാണ്. ശക്തമായിട്ടുള്ള ഒരു വലിയ ഒരു കപ്പലിനെ നിയന്ത്രിക്കുന്നത് നാവിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. ഒരു വലിയ വനത്തെ ഒരു തീപ്പൊരിക്ക് നശിപ്പിക്കാം. ഇതുപോലെ നമ്മുടെ നാവിൻ്റെ ഉപയോഗത്തിലൂടെ എത്രമാത്രം തിന്മ കടന്നു വരും, ഇതിനെക്കുറിച്ചെല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. 2 മുതലുള്ള വചനങ്ങൾ 12 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ നാവിൻ്റെ ഉപയോഗവും ദുരുപയോഗവും അനുഗ്രഹവും ശാപവും ഏതാണ് കൃത്യമായിട്ട് എന്ന് നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. നമുക്ക് ഒരുമിച്ച് വായിക്കാം. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു, സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാനിടുമ്പോൾ അവൻ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുന്നത്. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴുപ്പിക്കുന്നു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ? എൻ്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഉപ്പിന് വെള്ളത്തെ മധുരിക്കാനാവുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ. ഒരേ നാവ് കൊണ്ട് അനുഗ്രഹവും ഒരേ നാവ് കൊണ്ട് ശാപവും നടത്തുമോ? ഒരേ ഉറവ നല്ലതും ചീത്തയായി മാറുമോ? അപ്പോൾ ദൈവത്തിന് വചനം പറയുകയാണ്, എത്രമാത്രം ഒരു വ്യക്തി തൻ്റെ നാവിനെ നിയന്ത്രിക്കണം, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ വാക്കുകളെ നിയന്ത്രിക്കണം എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വാക്കിനെ പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും നല്ലത് പറയാനും ചിന്തിക്കാനും
ജീവിതങ്ങളെ സമർപ്പിക്കാനും തയ്യാറായ അനേകം വ്യക്തികൾ ഈ നാളുകളിലുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മോസൂൾ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ക്രൈസ്തവ കൂട്ടക്കുരുതി നടന്നു. അപ്പോൾ ഈ കൂട്ടക്കുരുതി നടന്ന ആ സ്ഥലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ IS തീവ്രവാദികൾ AK-47 എല്ലാമായിട്ട് ഒരു കോൺവെൻറ്റിൽ കയറി. കോൺവെൻറ്റിൽ 4 സിസ്റ്റേഴ്സാണ് ഉണ്ടായിരുന്നു. അവിടെ 4 സിസ്റ്റേഴ്സിൽ ഒരു സിസ്റ്റർ കിടപ്പ് രോഗിയാണ്, ഫുൾ ടൈം കട്ടിലേ കിടക്കുന്ന ഒരു കിടപ്പ് രോഗി. 3 പേര്, ബാക്കി 3 സിസ്റ്റേഴ്സ് അവിടെ ഒരു ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലിനിക്ക് നടത്തി അങ്ങനെ ശുശ്രൂഷയെല്ലാം ചെയ്ത് വിവിധങ്ങളായ സഹായങ്ങൾ അവിടെയുള്ള നാട്ടുകാർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഈ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ ഇവർ 3 പേരും ക്ലിനിക്കിൽ നിന്ന് വന്ന് ആ കിടപ്പ് രോഗിയ സിസ്റ്റർ അവിടെയുണ്ട്. ഇവർ പ്രാർത്ഥനാ സമയത്ത് വാതിൽ വന്ന് മുട്ടുകേട്ട് അവർ നോക്കുമ്പോൾ 7 പേര് മത തീവ്രവാദികൾ AK-47 തോക്കും പിടിച്ച് ആ കോൺവെൻറ്റിൽ വന്ന് കയറുകയാണ്. അവരെ തട്ടിത്തെറിപ്പിച്ച് അകത്ത് കയറി അങ്ങനെ അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. ശാരീരികമായി ദുരുപയോഗിച്ച് പീഡിപ്പിച്ച് അവരുടെ വ്രതശുദ്ധിയെല്ലാം നഷ്ടപ്പെടുത്തി വസ്ത്രമെല്ലാം വലിച്ചു കീറി നഗ്നരായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ പറയാം, നിങ്ങളുടെ ക്രിസ്തു നിങ്ങളെ രക്ഷിക്കുമെന്നറിയണം. അപ്പോൾ അങ്ങനെ ഈ നീചന്മാർ ഇവരെ ദുരുപയോഗിച്ച് അങ്ങനെ വസ്ത്രമെല്ലാം വലിച്ചു കീറി അങ്ങനെ വിവസ്ത്രരായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കന്യാസ്ത്രീ കഴുത്തിലുണ്ടായിരുന്ന മാലയിലെ കുരിശുരൂപത്തെ പിടിച്ച് അങ്ങനെ ഈശോയെ മുറുകെ പിടിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് കണ്ട് നീ ഇനിയും കുരിശിൽ പിടിച്ച് നിൽക്കുകയാണോന്ന് ഒരുത്തൻ ചോദിക്കുകയാണ്. അങ്ങനെയൊക്കെ കുരിശുമാല കയ്യിൽ നിന്നെല്ലാം വലിച്ചു അരച്ച് നിലത്തിട്ട് ചവിട്ടി അരച്ച് അങ്ങനെ ഇവരെ പീഡിപ്പിച്ച് ഇവരോട് പറയാണ്, നിങ്ങൾ ഇനിയും ഈ ക്രൂശിതനെ ക്രിസ്തുവിനെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മോസൂളിൽ നാട്ടിയ 3 കുരിശിലേക്ക് ഈ 3 പേരെ വലിച്ചഴിച്ച് വിവസ്ത്രരായി റോഡിലൂടെ നടത്തിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് ഏതാനും പർദ്ദധാരികളായിട്ടുള്ള സ്ത്രീകൾ എതിരെ വരികയാണ്. അവർ ചോദിച്ചു, നിങ്ങൾ ഇവരെ എവിടെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. അപ്പോൾ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോവുകയാണ്. ഈ ക്രിസ്ത്യാനികളായ ഈ പെണ്ണുങ്ങളെ കൊണ്ടുപോകും, സിസ്റ്റർമാരെ കൊണ്ടുപോകും എന്ന് പറയുന്ന സമയത്ത് ഈ പർദ്ദധാരികളായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ഇടയിൽ കയറി നിന്നിട്ട് പറഞ്ഞു, ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് ഓരോടി മുമ്പോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പ്രസവം നോക്കാനും അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് രോഗമുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹായം ചെയ്യാനും ചികിത്സിക്കാനും നിങ്ങളാരും വന്നിട്ടില്ല. ഇവരാണ് ഞങ്ങളുടെ പ്രസവം എടുത്തതും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ വന്നപ്പോൾ ചികിത്സിച്ചതും. അതുകൊണ്ട് ഇവരെ കൊല്ലണമെങ്കിൽ ആദ്യം ഞങ്ങളെ കൊല്ലണം. ആദ്യം ഞങ്ങളെ കൊന്നാൽ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ സമയത്ത് ബാങ്കുവിളി കേട്ടു. അപ്പോൾ ഇവർ ഈ AK-47 താഴെ വെച്ച് നിലത്ത് കമന്ന് കിടന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കന്യാസ്ത്രീകൾ ഈ വിവസ്ത്രരായ 3 സ്ത്രീകളെ അവരുടെ വീടുകളിൽ കൊണ്ടുപോയി ഭക്ഷണമെല്ലാം കൊടുത്ത് മുറിവെല്ലാം വെച്ച് കെട്ടി മരുന്നെല്ലാം കൊടുത്ത് അവരെ ശുശ്രൂഷിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ നാട്ടുകാരും അതുപോലെ ഇതറിഞ്ഞു കേട്ട് വന്നവരും ചോദിച്ചു, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ നാടുകളിലേക്ക് പോകുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ നാടുകളിലേക്ക് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ അവശരായും സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സൊമാലിയക്കാരിയായിട്ടുള്ള അതിൽപ്പെട്ട ഒരു സിസ്റ്റർ അവരോട് ശക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഈ ദേശം വിട്ടുപോകില്ല. ക്രൂശിതിന് വേണ്ടി തന്നെ ഞങ്ങൾ ഈ നാട്ടിൽ സേവനം ചെയ്യും. ഞങ്ങൾ ഈ നാട് വിട്ടുപോകില്ല, ഉറപ്പാന്ന് പറഞ്ഞു. ക്രൂശിതിന് വേണ്ടി ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടാകും എന്ന് അവർ പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പീഡനങ്ങളുടെ എല്ലാം നടുവിലും ക്രൂശിതിന് വേണ്ടി ജീവിക്കണം. ഏതെല്ലാം പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നാൽ പോലും സഹനങ്ങളുടെ എല്ലാം മധ്യത്തിൽ നന്മ ചെയ്യണം. ക്രൂശിതിനെ പ്രതി ഉള്ള ജീവിതം നന്മ ചെയ്യുന്ന ഒരു ജീവിതമാണ് എന്ന് അവരുടെ ഉള്ളിൽ ശക്തമായി ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് അവരിത് പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം ഈ ഒരു ശക്തമായ ഒരു പ്രതിസന്ധിയുടെ എല്ലാം മധ്യത്തിൽ ബോധ്യത്തോടെ പ്രസംഗിക്കാനും അല്ലെങ്കിൽ പറയാനും ഏറ്റുപറയാനുമുള്ള ശക്തി അവരുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിച്ചതുകൊണ്ടും ദൈവം നൽകിയ ശക്തി നന്മയായി അവരുടെ ഹൃദയങ്ങളിൽ നിന്നും പുറത്തു വന്നതുകൊണ്ടുമാണ്. അവിടെ നാവുകളിലൂടെ ആ ഹൃദയത്തിൻ്റെ നന്മ വരിക.
അപ്പം ഈ ഒരു നന്മ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ ദൈവത്തിന് തൻ്റെ ശക്തി തന്നാലേ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തും ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവത്തിന് വചനം പറയുക. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 15:19 വചനം പറയുന്നുണ്ട്. ജെറമ്യാ 15:19 പറയുക, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. ദൈവത്തിന് വചനം പറയാം, വിലകെട്ടത് നീ പറയരുത്, നീ സദ്വചനങ്ങൾ മാത്രം പറയണം. അങ്ങനെ സദ്വചനങ്ങൾ മാത്രം നീ പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും, അവർ നിൻ്റെ അടുക്കൽ വരും. അപ്പോൾ ദൈവത്തിന് വചനം പഠിപ്പിക്കുക, നമ്മൾ വിലകെട്ടത് പറയരുത്. വിലകെട്ടത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വില പോകും, കൃപ പോകും. അപ്പോൾ വിലകെട്ടത് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്, വില പോയി, കൃപ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിലകെട്ടത് പറഞ്ഞാൽ വില പോകും, കൃപ പോകും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് വിലയുള്ളത് പറയണം. അപ്പോൾ സംസാരത്തെയും നാവിനെയും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ നാവ് പോലെയായി തീരുമെന്ന് പറയുക, ദൈവത്തെ പോലെയായി. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ നല്ലത് പറയാനും അതുപോലെ തന്നെ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമ്മൾ പരിശീലിക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കും. നമുക്കതുകൊണ്ട് എഴുന്നേറ്റ് ഇന്ന് ദൈവം നമ്മുടെ ജീവിതങ്ങളെ സഹായിക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ജെറമ്യാ 15:19 അഭിഷേകം, വിലവ് കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും, അവർ നിൻ്റെ അടുക്കൽ വരും. കർത്താവ്, ഈ വചനത്തിൻ്റെ അഭിഷേകം ഇന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഭക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.